ആനകൾ എഴുന്നള്ളിച്ചിട്ട് ഇവിടെ നേർച്ച നടത്തുമ്പോ എന്തേ ചെറുപ്പക്കാരാ, കൈയില്ല പോലെ, കണ്ണില്ല പോലെ, കാതില്ല പോലെ, അത് കണ്ടുകൊണ്ട് നിരാകരിച്ചു നിൽക്കാനാണ് അല്ല നമ്മളെ പടച്ചു വിട്ടത്. പടച്ചറപ്പിന്റെ മുമ്പിൽ പറയേണ്ടതല്ലേ, പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കേണ്ടതല്ലേ. എടാ മണത്തലയുടെ മുമ്പിലോട്, ചാവക്കാട് ടൗണിലോട് അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ചെയ്തപ്പോ, നമ്രൂദ് ചെയ്തപ്പോ എന്തേ അരുതേന്ന് പറഞ്ഞില്ല? വേണ്ട, ഹൃദയം എന്തെങ്കിലും വെറുത്തിട്ട് പെങ്ങളെ മാറി നിന്നില്ല. ആരെ വീട്ടിൽ വലിച്ചു വരുത്തിയിട്ട് നേർച്ചക്കാഴ്ച കൊടുത്തവരല്ലേ നിങ്ങള്? അല്ല ചോദിക്കില്ല പെങ്ങള്, എന്തേ ഹൃദയം എന്തെങ്കിലും വെറുക്കണ്ടേ? അല്ലാഹ് ഇഷ്ടപ്പെടാത്ത നേർച്ചപ്പറമ്പിൽ, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത, റസൂലുള്ളാഹി ഇഷ്ടപ്പെടാത്തടുത്ത് ഞാൻ ഉണ്ടാവില്ല എന്ന് കൽബ് കൊണ്ടെങ്കിലും വെറുക്കാൻ കഴിയാത്തതെന്താ? കഴിയാത്തതെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഞാനെന്ന് ചോദിക്കട്ടെ, എന്തേ സഹോദര ചെയ്തു കൂട്ടുന്നത് ഇവിടെയാ? ചാവക്കാടിനെ പിടിച്ചുപിടിച്ച കൊലപാതകമല്ലേ റസിയാവത കേസ്? എല്ലായിടത്തും ഫ്ലെക്സ് എഴുതി വെച്ചിരിക്കുക, റസിയാവത കേസ് പുനരന്വേഷിക്കണം. എന്നത്തെ ദിവസമാ റസിയാവത ഉയർപ്പെട്ടത്? 27 വയസ്സുള്ള റസിയ എന്ന് പറയുന്ന പെണ്ണ്, ആ പെണ്ണ് അവിവാഹിതയല്ലേ? അവൾക്ക് ആങ്ങളമാരുണ്ട്, അവൾക്ക് എല്ലാമുണ്ട്. പക്ഷേ ആ പെണ്ണിന് ജീവിതത്തിൽ ഒരു പുരുഷന്റെ സാമീപ്യം കിട്ടിയിട്ടില്ല. 27 വയസ്സായിട്ടും ആ പെണ്ണിനെ നിന്ന് വിളിപ്പാടകരെ പരവനെ നിൽക്കുമ്പോ ആ പെണ്ണിനൊന്ന് കെട്ടിക്കാൻ ഒരാൾ പോയിട്ടില്ല. മണത്തല നേർച്ചയുടെ പേര് പറഞ്ഞിട്ടല്ലേ നൂറുദ്ദീൻ ഇവിടെ വന്നത്? അന്ന് രാത്രിയല്ലേ 27 വർഷം വരെ തന്റെ ജീവിതത്തിന്റെ വികാരങ്ങളും വികാരങ്ങളും അടക്കി പിടിച്ച പെണ്ണിനെ പാതിരാ സമയത്തൊരു ചെറുപ്പക്കാരൻ വന്ന് വിളിക്കുമ്പോ ഒരു ദുർബല നിമിഷത്തിലാ പെണ്ണ് പോയത്. അല്ലാഹു അറിയാം, അല്ലാഹിനെയാണ് സത്യമറിയുക, ന്യായീകരിക്കുകയല്ല. ഒരു പുരുഷന്റെ സാമീപ്യം കിട്ടി പാതിരാ സമയത്ത് തന്റെ ശരീരത്തിന്റെ വികാരങ്ങൾ പടർന്നു കയറുമ്പോ തിരിച്ചു പോകാൻ പറഞ്ഞപ്പോ എന്ന് പറയുന്ന റസിയ എന്ന പെണ്ണിനെ ഒരു സീറ്റ് കുരുതി കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദര, സമ്പന്നവർഗമേ, അല്ലാഹുവിന്റെ അനുഗ്രഹം കയ്യിൽ വാങ്ങിച്ചവര്, 27 വയസ്സായ പെണ്ണ് വീട്ടിൽ പുര നിറഞ്ഞു നിൽക്കുമ്പോ, കെട്ടിക്കാൻ വകയില്ലാത്ത നിൽക്കുമ്പോഴാ കോടികൾ ചെലവഴിച്ചിട്ട് ഇവിടെ നേർച്ച നടത്തിയത്. ആരെഴുന്നള്ളിച്ചത് ഒരാനയ്ക്ക് കൊടുക്കുന്ന പൈസ പോലെ ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഒരു മംഗല്യം കൊടുക്കാൻ ആരാ ഉത്തരവാദി? ഞാൻ ആ തെറ്റിനായി ചെയ്തത് തെറ്റ്. 27 വയസ്സുള്ള പെണ്ണ്, ഇവിടെ കടപ്രദേശത്ത് എത്ര പാവങ്ങളുണ്ട്, കോടിക്കണക്കിന് രൂപ. വന്ന കഥ ശരിയാണെങ്കിൽ 6 കോടി രൂപ പഠിച്ചില്ലേ? ആന ഏത് ഭാഗത്തിന്റെ ഭാഗമാ? നിങ്ങൾ വെട്ടിക്കൊന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആന എന്ന് പറയുന്ന സാധനം, കഅബ പഠിക്കാമെന്ന സാധനത്തിന് ആട്ടി ഓടിച്ച സൂറത്തിൽ തീരോതിയിട്ട് അതിനെ പള്ളിക്കാത്ത് കൊണ്ടുവരാൻ 10 ആനയ്ക്ക് എത്ര വേണം? 27 വയസ്സുള്ള പെണ്ണ് ഒരു വിളിപ്പാടകരെ, അവളെ കെട്ടിച്ചുവിടാൻ ഒരാളുണ്ടായിരുന്നില്ല. നിങ്ങൾ കണക്കെടുത്ത്, സെൻസസ് എടുത്ത്, ചാവക്കാട് അല്ലാഹു സമ്പത്ത് കൈവെള്ളയിൽ വെച്ച് തരുമ്പോ പറയണ്ടേ ഇത്? നാളെ ആ പെണ്ണ് പെരടിച്ചിട്ടില്ലേ? അള്ള പണം തന്നത് സ്വന്തം ആഘോഷിക്കാനും സ്വന്തം അനുഭവിക്കാനും വേണ്ടിയല്ല. അള്ളാഹു തന്നത് 27 വയസ്സുള്ള ആ പെണ്ണ് അവിവാഹിത അല്ലേ? അവിവാഹിതല്ലേ? 27 വയസ്സ് വരെ ആ കുട്ടിയെ നിങ്ങൾ ഇവിടുത്തെ തീരപ്രദേശത്ത് നടന്നു നോക്കി, എത്ര കുടിലുകളിൽ കഴിക്കാൻ ഭക്ഷണമില്ലാഞ്ഞിട്ട് അഭിമാനം വരുന്നിട്ട് പറയാത്തവരുണ്ട്. എന്റെ പൊന്നു സഹോദരങ്ങൾ, അള്ള തന്ന സമ്പത്ത് കൊണ്ട് അവനെ വെല്ലുവിളിച്ച് ഇത് ആപത്താണ്. വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെ സത്യം ദുനിയാവിൽ അനുഭവിക്കാതെ പോകുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത് റസിയ എന്ന പെണ്ണിന്റെ ഈ വധം വെളിയിൽ വന്നതുകൊണ്ടല്ലേ? ഇതറിയാത്ത എത്ര റസിമാർ ഇവിടെയുണ്ട് ഇല്ലേ? എത്ര റസിമാരുണ്ട്? നിങ്ങൾക്കും ഒരുമിച്ച് കൂടിയാൽ ഇതൊക്കെ നിങ്ങൾ മണത്തര നേർച്ച നടത്തി. എങ്ങനെയെന്നറിയോ? നിങ്ങൾ എല്ലാവരും കൂടെ മണത്തര പള്ളി ഒരുമിച്ച് കൂടി ആ മഹാനായ മനുഷ്യൻ നിങ്ങൾ ഖുർആനോദി, യാസീനോദി, ഖത്തമോദി, എന്നിട്ട് നിങ്ങൾ ഒന്നിച്ചിരുന്ന് ദുആ ചെയ്യുക, അല്ലാഹു അവരൊക്കെ ജീവിച്ചതുപോലെ ജീവിക്കാൻ വേണ്ടി. എന്നിട്ട് നിങ്ങളൊരു അന്നദാനം നടത്തി ഭക്ഷണം നൽകി പിരിയും. എന്താണ് ഞാൻ പറയുന്നത്? തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരാൾ ഈ സദസ്സിനോട് ഉസ്താദ് പറയുന്നത് തെറ്റാന്ന് പറയട്ടെ. ഈ കൂടിയിരിക്കുന്ന 10,000 ഏതെങ്കിലും ഒരു പെണ്ണ്, എന്റെ പൊന്നു സഹോദരിമാരെ, നിങ്ങൾ ഇതിനു വേണ്ടി
എത്ര പൈസ നിങ്ങൾ ചെലവഴിച്ചവരാ. അത് 1 ഗ്രാമിന്റെ 1 തരി പൊന്ന് ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താൽ നിന്നെ പോലെ എന്നെ പോലെ നിനക്കും ഒരു ഭർത്താവിന്റെ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹി എന്നെ ഈ പച്ചമണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചറബിനെ തന്നെയാണ് സത്യം. ഒരാൾ പോലും ഇവിടെ ഒഴിവായി പോയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ശപിക്കുകയല്ല, സഹോദര ബുദ്ധി നിങ്ങളിൽ ഒരുത്തനെ പോലെ ചാവക്കാട് ഞാൻ വരാനെത്ര നിങ്ങളിൽ ഒരു കൂടപ്പുറപ്പിനെ പോലെ ഞാൻ പറയുക, ഇത് മാറി, നിങ്ങളിത് ഒഴിവാക്കി, ഇത് നിങ്ങൾ മാറി. എന്റെ ഉപ്പയുടെ എന്റെ സഹോദരങ്ങളുടെ പ്രായമുള്ള നിങ്ങളോട് ഞാൻ എന്റെ കൽവിൽ തൊട്ട് പറയുക, നിങ്ങളിത് മാറി, ഉമ്മാനെ ഓർത്ത് മാറിയിട്ട് നിങ്ങൾ ആ ദിവസം നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പറയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താ കാര്യം? കുറച്ച് പണം കിട്ടിയിട്ടുണ്ട്. എന്റെ പൊന്നു സഹോദരങ്ങളെ, ചാവക്കാട് അള്ളാഹു ധാരാളം പണം അത് നിലനിർത്തി തരട്ടെ. അള്ളാഹു ഒരു ബറക്കത്ത് നൽകട്ടെ. ധാരാളം സമ്പന്നന്മാരുണ്ട്, പക്ഷെ ചെയ്യാൻ കഴിയണം. നിങ്ങൾക്കറിയണോ? ഈ ഒരു മനുഷ്യൻ ഫാത്തിമ അബ്ദുള്ള സാഹിബ് ഇതുവരെ വന്നത് എന്തിന്റെ ബന്ധത്തിന്റെ പേര്? ദുനിയാവിന്റെ ബന്ധത്തിന്റെ പേരിലല്ല. എന്റെ കാലം തന്നെയാണ് സത്യം വന്നൊരു കാസറ്റുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ രാത്രി അതിൽ നിന്ന് കേട്ടു. അവസാനം ഹാഫിളായ ഒരു മകൻ ഉമ്മാടെ കബറിടത്തിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞു. അള്ളാഹുവേ, ഒരു കബീർ ഉസ്താദ് വന്നപ്പോ ഒരു സ്വർണ്ണമോതിരം ഊരിക്കൊടുത്ത് എന്നെ ഹാഫിളാക്കാൻ ദുആ ചെയ്യാൻ പറഞ്ഞ ഉമ്മയാണ്. ആ ഉമ്മ ഇന്ന് പനി പിടിച്ചു മരിച്ചു 6 അടി മണ്ണിൽ കിടക്കുമ്പോ അള്ളാഹുവേ, എല്ലാവരും കബറടക്കിയിട്ട് തിരിച്ചു പോകുമ്പോ പള്ളിയുടെ കബർസ്ഥാനടുത്തുള്ള പള്ളിയിൽ കയറി ഒരു ജുസു ഖുർആൻ ഓതി 12 വയസ്സുള്ള ഹാഫിളായ മകൻ ഉമ്മാടെ കബറിന്റെ അടുക്കൽ വന്നിട്ട്, അള്ളാഹുവേ, എന്നെ കഷ്ടപ്പെട്ട് വളർത്തി ഹാഫിളാക്കാൻ വിട്ട ഉമ്മയാണ് മണ്ണിന്റെ അടിയിൽ. നീ അള്ളാഹുവേ കബർ വിശാലമാക്കണേ. 25 മിനിറ്റ് കൊണ്ട് കബറടക്കി കഴിഞ്ഞ ഒരു ജുസു ഖുർആൻ ഓതി ഹദിയ ചെയ്ത് ദുആ ചെയ്യുന്ന ഒരു മോന്റെ കഥ ഞാൻ അതിൽ പറഞ്ഞു. അദ്ദേഹം ഭാര്യയും കേട്ടു. അത് കേട്ട ഉടനെ അവർ ചിന്തിച്ചു. അവർ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ മക്കളെ ഹാഫിളാക്കാൻ പറ്റിയില്ല, നമുക്കൊരു ഹാഫിളായ മക്കളെ വാർത്തെടുക്കാൻ നമുക്കൊരു ഹിഫ്ദുൽ ഖുർആൻ തുടങ്ങണ്ടേ. ഭാര്യ പറഞ്ഞു, ഞാൻ പകുതി തരാൻ, നിങ്ങൾ പകുതി ഇടിയും. അതാണ് ഭാര്യ. ഞാൻ പകുതി തരാൻ, നിങ്ങൾ പകുതി ഇടിയും. 50 ലക്ഷം രൂപ രണ്ടുപേരും തമ്മിൽ അദ്ദേഹം തിരുത്തി പറയുകയല്ല. ഇവിടുത്തെ സമ്പന്നരായ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയും, അല്ലാഹു അദ്ദേഹത്തിന്റെ സമ്പത്തിന് വർധനവ് കൊടുക്കട്ടെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഉണ്ടാവാൻ. സഹോദരങ്ങളെ, അദ്ദേഹം അന്ന് രാത്രി കാറുമെടുത്ത് ഒരു ദിവസം രാവിലെ കൊല്ലത്തന്റെ വീട്ടിൽ വന്നു. രാവിലെ സുബൈ കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കുമ്പോ സുബൈ നിസ്കരിച്ചിട്ട് ഞാൻ ഉറങ്ങാൻ പോയി. വെള്ളിയാഴ്ച അദ്ദേഹം വീട്ടിൽ വന്നപ്പോ എനിക്ക് ദേഷ്യം ഉണ്ടായി. ആദ്യം സുബൈക്ക് നമ്മളൊക്കെ മനുഷ്യരാണ് സഹോദരൻ, നമ്മളൊക്കെ മനുഷ്യരായി. അവരൊക്കെ ഒരു പച്ച മനുഷ്യരാണ്. ചില ആൾ ഉസ്താദ് കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല, ചിലപ്പോ ഉറങ്ങിയിട്ട് ഒരാഴ്ച ഉണ്ടാവും. ഒരാഴ്ചയായിട്ടുണ്ട്. ഞാൻ വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ. വെള്ളിയാഴ്ച രാവിലെ ജുമയ്ക്ക് പോലും പോയില്ല. നേരെ മംഗലാപുരം അവിടെ നിന്ന് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് 3 മണിക്ക് ഫ്ലൈറ്റിൽ കയറി ബാംഗ്ലൂർ പോയി. അവിടെ 3 മണിക്കൂർ ഇരുന്ന് അവിടെ നിന്ന് ഫ്ലൈറ്റിൽ മംഗലാപുരത്ത് വന്ന് അവിടെ ജുമാ നമസ്കരിച്ച് അന്ന് ഉച്ചയ്ക്ക് വന്നൊരു പരിപാടി പങ്കെടുത്ത് 4 മണിക്ക് വകല് കഴിഞ്ഞ് രാത്രി ഒരു വകലും കഴിഞ്ഞ് 2:30 മണിക്ക് അവിടെ നിന്ന് ഞാൻ യാത്ര ചെയ്ത് പിറ്റേ ദിവസം രാവിലെ പെരിന്തൽമണ്ണയിൽ വന്ന് 10 മണിക്ക് അവിടെ ഒരു ഉദ്ഘാടനം ചെയ്ത് ഉച്ചയ്ക്ക് ഒരു നിക്കാഹ്, 4 മണിക്കൂർ ഉദ്ഘാടനം, വീണ്ടും ഒരു ചാവക്കാട് വന്ന് ആംബുലൻസ് ഉദ്ഘാടനം ചെയ്ത് അത് കഴിഞ്ഞ് തിരിച്ച് കോട്ടയ്ക്കുള്ള നിക്കാഹിന് പോയി 8:30 മണിക്ക് അവിടെ നിന്ന് കയറി 10 മണിക്ക് വകു തുടങ്ങി 12 മണിക്ക് അവസാനിച്ച് 3 മണിയായപ്പോ ഇബ്രാഹിം കുട്ടി സാഹിബിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി ഞാൻ വരുമ്പോൾ ഒരു പകുതി ജീവച്ചവായിട്ടുണ്ട്. ആ വരുന്ന വഴിയിൽ ഒരാൾ കാറ് നടന്ന് ഉസ്താദെ സുഖം തന്നെയല്ല അൽഹംദുലില്ലാഹ് പറയാനേ പറ്റൂ. അതിന്റെ അപ്പുറത്തേക്ക് ചോദിച്ചാൽ ചിലപ്പോൾ വർത്താനം പറയാതെ അങ്ങോട്ട് പോയിട്ട് വരും. കാരണം ഞാനൊരു പച്ച മനുഷ്യനാണ്. വകുത് കഴിഞ്ഞപ്പോൾ നീ മനുഷ്യൻ കിട്ടിയപ്പോൾ എനിക്ക് ദേഷ്യം തോന്നി. ഓടി വന്നിട്ട് എന്റെ ഹബീബെ ഞാൻ ഡേറ്റിൽ വന്നല്ല എന്നപ്പോൾ സമാധാനം ഉണ്ടായി. എന്നോട് പറഞ്ഞു, ഉസ്താദ് എനിക്ക് ഹിഫ്ദുൽ ഖുർആൻ 1 കോടി രൂപ നിലവിളിച്ച് അൽഹംദുലില്ലാഹ് അത്തോളി ബീക്കർ റോഡിൽ ഞാൻ തന്നെ ശിലാസ്ഥാപനം നിർവഹിച്ചു. അതിന്റെ പണി തുടങ്ങിയാണ്. എന്റെ പൊന്നു സഹോദരൻ, ഈ ചാവക്കാട് എത്രയോ സ്ഥലമുണ്ട്. നിങ്ങൾ സമ്പന്നരെല്ലാവരും ഇവിടെ കൂടി ഒരു ഹിഫ്ദുൽ ഖുർആൻ തുടങ്ങി. അത് വെറും ഹിഫ്ദുൽ ഖുർആനല്ല, അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് റമളാൻ മുതൽ അഡ്മിഷൻ തുടങ്ങിയാണ്. ഹാഫിളാവുക, ഹാഫിളായ കുട്ടികളെ പിന്നെ വിട്ടുകളയാനല്ല. അതോടൊപ്പം തന്നെ അവിടെ തന്നെ നേരെ അവരെ SSLC, +2, ഡിഗ്രി, PG എല്ലാം കഴിഞ്ഞൊരു 12 വർഷം കഴിഞ്ഞ് അവർ ഇറങ്ങുമ്പോ മോൻ ഹാഫിളുമാണ്, ഡോക്ടറുമാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഭാര്യ അള്ളാഹു സ്വർഗത്തിൽ അവർ ഒരുമിച്ച് കൂട്ടട്ടെ. അവർക്ക് തോന്നിയൊരു കാര്യം, ഉസ്താദുകളുടെ കൂടെ വരാൻ പഠിച്ചാൽ പറ്റുന്നത് പോലെ. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടാരം ഇന്നലെ നായോടിയിട്ട് വലവുമില്ല, നായ്ക്കിരിക്കാൻ നേരമില്ല എന്നുള്ള കാര്യം. അതിന്റെ ഇടയിൽ ഞാൻ പഠിച്ചാൽ പ്രിൻസിപ്പളായിട്ട് ഞാൻ തന്നെ പോയി എത്തുക ഒരു നന്മയല്ലേ. സഹോദരിമാരെ, ഇങ്ങനെയാവണം. നാളെ മരിച്ചാലും നമുക്ക് വേണ്ടി ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് അഡ്മിഷൻ തുടങ്ങി. താല്പര്യമുള്ളവർ അപേക്ഷാപൂർവ്വമൊക്കെ ഇൻഷാ അല്ലാഹ് തരാം. റമളാൻ മുതൽ ഞാൻ തന്നെ പ്രിൻസിപ്പൾ അബ്ദുള്ള സാഹിബ് ചെയർമാൻ. ആ ഒരു ബന്ധത്തിന്റെ പേര് വന്നത്. അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കട്ടെ. ആരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കട്ടെ.
എന്റെ സഹോദരങ്ങളെ, സമ്പത്തുള്ള ധാരാളം ആളുകളുണ്ട്. നിങ്ങൾക്ക് ഒരാളെ കൊണ്ട് പറ്റില്ലേ ഒരു 10 സംഘടനകൾ ഉൾക്കൊള്ളി. നിങ്ങൾ ഒരു നേർച്ചയ്ക്ക് ചെലവഴിക്കുന്ന പൈസ മതി ഒരു ഖുർആൻ അക്കാദമി ഇവിടെ തുടങ്ങും. ഒരൊറ്റ നേർച്ച. എന്താ സഹോദരങ്ങൾ ആഖിറത്തിലെ പ്രതിഫലം? ഞാൻ കൂടാ ഇത് വെക്കാൻ പ്രിൻസിപ്പളായിട്ടല്ല, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സഹകരിക്കാം. ഒന്ന് തുടങ്ങി ഇതുപോലെ ഓരോ ഹാഫിളുകൾ ഉണ്ടാവട്ടെ, ഒരു അക്കാദമി ഉണ്ടാവട്ടെ, അതിലൂടെ ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ. നിങ്ങൾ ഇങ്ങനെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചെലവഴിക്കാൻ അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വാത് കേട്ടിട്ട് ആളെയൊന്നും പറയില്ല. കല്യാണം കഴിച്ച് 2 വർഷമായ ആളെന്റെ അടുക്കൽ ഒരു ഉസ്താദ്, നല്ല ബിസിനസ് ഉണ്ട് ഗൾഫിൽ, ഉസ്താദ് അതൊന്നുമില്ല, എനിക്ക് ഹാഫിളാവും. കല്യാണം കഴിച്ചു 2 വർഷമായി, ഹാഫിളാവും. അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ, അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അതിന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു ആ കുട്ടിക്ക്, ആ കുഞ്ഞിനെ സഹോദരനെ പറയാൻ കണക്ക് അള്ളാഹു സാലിഹായ സന്താനത്തെ കൊടുത്ത് അനുഗ്രഹിക്കും. അള്ളാഹു കുടുംബത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. മക്കളെ 5 വഖത്ത് നിസ്കാരമുള്ള മുഖീമീന സ്വലാത്ത് ഇബ്രാഹിം നബിയുടെ മക്കളെ പോലെ അള്ളാഹുക്ക് നൽകി അനുഗ്രഹിക്കും. എല്ലാ സദസ്സിലും ഞാൻ ദുആ ചെയ്തു. കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു, ഇൻഷാ അല്ലാഹ് ഉസ്താദെ ഹാഫിളാവും. കോഴിക്കോട് ആദ്യത്തെ അഡ്മിഷൻ അവിടെ. അതൊക്കെ ആ 2 വർഷം 3 വർഷം ഗൾഫിൽ നിന്ന് കോടികൾ ഉണ്ടാക്കാം, പക്ഷെ പണമല്ല. ഒരൊറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചോളി. ഒരായത്തും കൂടെ ഓടിത്തരട്ടെ, അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമ്പത്ത്. അള്ളാഹു നരകത്ത് തരട്ടെ. സമ്പത്ത് ഒരു അനുഗ്രഹമാണ്. പണക്കാരെ നിങ്ങൾ നരകത്ത്. സമ്പത്ത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. അത് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ജീവിതം, സമ്പത്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? സമ്പത്തില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അത് ഒരാൾ നമ്മൾ പൈസയായിട്ട് പോവുക ബസ് സ്റ്റാൻഡിൽ, ബസ്സിൽ കയറിയപ്പോ നമ്മുടെ പൈസ ഒരാൾ പോക്കറ്റടിച്ചു, നമ്മൾ അവനെ കടന്നു പിടിച്ചു, അവൻ കയ്യിലിരിക്കുന്ന കത്തി കൊണ്ട് നമ്മളെ കുത്തി മരിച്ചു. അവന് ഷഹീദിന്റെ പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം അതാണ് ഇസ്ലാം. സമ്പത്ത് അല്ലാഹു തന്നു, അതുകൊണ്ട് പോയി പോക്കറ്റടിച്ചു, പിടിച്ചു, അവൻ കത്തി കൊണ്ട് കുത്തി. ആ സമയത്ത് മരണപ്പെട്ടാൽ അവന് സ്വന്തം സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി മരണപ്പെട്ടവന് ഷഹീദിന്റെ പ്രതിഫലമാണ്. ഏത് സമ്പത്ത്? ലോട്ടറി അടിച്ച പൈസ കൊണ്ട് പണം അടിക്കല്ല. ഏത് സമ്പത്ത്? അത് ലോട്ടറി അടിച്ച പണമല്ല, അത് പലിശയുടെ പണമല്ല, അവൻ അധ്വാനിച്ച പണമാണ്. അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി കുത്തേറ്റ് മരിച്ചാൽ അവന് ഷഹീദിന്റെ പ്രതിഫലം കൊടുത്ത മതമാണ് ഇസ്ലാം. അപ്പൊ സമ്പത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ഈ വിഷയത്തിൽ ഞാൻ പറയുകയാണ്, ഈ സമ്പത്തുള്ളത് കൊണ്ട് ഇതൊക്കെ നടക്കുക അല്ലെ? ഇപ്പൊ എന്തിനാ കെട്ടുകാഴ്ച നടന്നില്ലെങ്കിൽ, നേർച്ച നടന്നില്ലെങ്കിൽ കുറെ കച്ചവടക്കാർക്ക് കച്ചവടം നടക്കൂല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഇതിനെ പ്രൊമോട്ട് ചെയ്യും. ഇപ്പൊ അതാ നടക്കുക. ഇപ്പൊ ജമാഅത്തിനെ പറ്റി നിർത്താൻ തീരുമാനിച്ചു, ഇമാമിനെ എല്ലാവരും കൂടെ എതിരെ നിന്നു, നാട്ടുകാർ അപ്പോഴും ചില ആളുകളിൽ നിന്നാവും ഇതുകൊണ്ട് ലാഭമുണ്ടാകുന്നവർ. അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് സമ്പത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒറ്റ കാര്യത്തിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇവിടെ വെച്ച് തീരുമാനമെടുക്കണം. വെറുതെ നരകത്തിൽ പോയിട്ട് കിട്ടരുത്. നാളെ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഞാൻ പറയും. ഇതിന്റെ അനന്തരഫലം പരലോകത്ത് എന്താ? ഇൻഷാ അല്ലാഹ് പരലോകത്ത് എഴുന്നേറ്റ് വരുന്നതിന്റെ 12 രീതിയിലാണ് ഇൻഷാ അല്ലാഹ് നാളെ പറയുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാളെ ഇതിന്റെ ഏറ്റവും വലിയ പരിസമാപ്തിയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് ഒരൊറ്റ കാര്യവും കൂടി. ഇപ്പൊ സാധാരണ ഇതിനനുസരിച്ച് നടക്കണം എന്തൊക്കെ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു വലിയ ഘോഷയാത്ര, അങ്ങനെയല്ലേ? എങ്ങനെയൊക്കെ ഇത് നിങ്ങൾക്കെല്ലാം അറിയാവോ? ഞാനൊരു ഘോഷയാത്രയുടെ കഥ ഖുർആനിൽ പറഞ്ഞുതരാം. ഇത് ഖുർആൻ അണിയുക. ഒരു ഘോഷയാത്ര പോയ കഥ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ നേതാവിന്റെ കഥയും ഞാൻ പറയാം. നിങ്ങൾ കേട്ടിരിക്കുവോ? ഇത് ഖുർആനാണ്. കേട്ടിരിക്കുവോ? എന്നാ ഞാൻ പറഞ്ഞുതരാം. ഞാൻ തമാശ തന്നെ ഒഴിവാക്കിയതുകൊണ്ട് വിഷയത്തിന്റെ ഗൗരവം വേണ്ട. സഹോദരങ്ങളെ, ഇങ്ങനെ പോണെങ്കിൽ ഇപ്പൊ ഫ്രണ്ടിൽ ഏറ്റവും ഫ്രണ്ടിലെന്താ? ഇപ്പൊ ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടോടൊപ്പം ബാൻഡ് വേളം. ബാൻഡ് വേളം. അതിന്റെ തൊട്ട് പുറകി ആന, പിന്നെ ആൾക്കാർ, പെണ്ണുണ്ടാവും. പെണ്ണുങ്ങളുണ്ടാവും എല്ലാവരും ബാക്കില്. പെണ്ണുങ്ങൾ ബാക്കില. അതാണ് അതിന് മാത്രം നിങ്ങൾ ബാക്കിലായിട്ട് സൈഡിലൊക്കെ ഉണ്ടാവും. പിന്നെന്താ എന്ന് പറയും, നിങ്ങൾ തന്നെ പറയും. പിന്നെ ചിങ്കാരികളുണ്ടാവും. പെണ്ണുങ്ങളാണെന്നാ? പെണ്ണുങ്ങളുമാണ്. എന്താ മനുഷ്യന്മാരെ നിങ്ങൾ എന്തായി? ഞാൻ അഴീക്കോട് എന്റെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്.
അഴീക്കോട് ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ 2 ദിവസം പോകുന്നു പറഞ്ഞു. അൽഹംദുലില്ലാഹ് ബീച്ച് ഫെസ്റ്റിവൽ പരാജയപ്പെട്ടു. ബീച്ച് ഫെസ്റ്റിവൽ പരാജയപ്പെട്ടു. ഒരൊറ്റ ആണും പെണ്ണും പോയില്ല. അള്ളാഹു കബൂലാക്കട്ടെ. ആ ചെറുപ്പക്കാർ ബീച്ച് ഫെസ്റ്റിവൽ ഇൻഷാ അല്ലാഹ് ഇന്നും പരാജയപ്പെടണം. അള്ളാഹുവിനാക്കട്ടെ, അള്ളാഹുവിനാക്കട്ടെ. അതിൽ നിന്നും ആടുകാർക്ക് നിർത്തരുത്. മാന്യമായ രീതി അള്ളാഹുവിന്റെ ഇസ്ലാം പറഞ്ഞതുപോലെ മഹാന്മാരെ ഓർക്കണമെന്നർത്ഥം ആ രീതിയിലാവും. ചില അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുത്തൂടെ? അത് വാശിക്ക് അടുത്ത് വാക്കവി പറഞ്ഞോണ്ട് ഇൻഷാ ഇന്ന് 10 ആനയാണ് അവസാനം, നാളെ 20 ആനയെന്ന അങ്ങനെയാണല്ലോ പോവുക. അങ്ങനെ പോയി ഫ്രണ്ടിന് ബാൻഡ് വേണം, പുറകില് പെണ്ണുങ്ങൾ. ഞാൻ ഖുർആനാണ് പറഞ്ഞു, പുറകില് പെണ്ണുങ്ങൾ, അതിന്റെ പുറകില് സമ്പന്നനായ മനുഷ്യൻ, അയാളെ വെഞ്ചാമരം വീശി എന്തെങ്കിലും ഇറക്കണം. പേടിയാണോ? ഈ സമൂഹം പറഞ്ഞാലും മനസ്സിലാകുന്ന സമൂഹമാണ്, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്ന. ഏതായാലും സിനിമാ പറമ്പിൽ മാത്രം ഇരുന്ന ഇത്രയും യുവാക്കളെ ഈ 2-2.5 മണി പാതിരാത്രി മണി 12 ആവാറായി ഈ പെണ്ണുങ്ങൾ സീരിയലിന് മുമ്പിലുള്ള പെണ്ണുങ്ങളെ വകുത് കേൾക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരാൻ ഈ വകുതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു പൊന്നുമക്കളെ ആ സ്നേഹം അള്ളാഹു നിലനിർത്തി തരട്ടെ. അള്ളാഹു സ്നേഹം അള്ളാഹു നിലനിർത്തി തരട്ടെ. നമുക്ക് ഇതേപോലെ പരലോകത്തും അഹമ്മദ് കബീർ വാക്കബിയോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ചില പറയുന്ന ഫാൻസ് അസോസിയേഷൻ ഉണ്ടെന്ന്, എന്നാൽ അതൊന്നും വേണ്ട മക്കളെ. സ്വർഗത്തിൽ അള്ളാഹു ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. ആ ഒരു ബന്ധം നമ്മൾ തമ്മിലുണ്ട്. അള്ളാഹുവിന്റെ ഒരു ഘോഷയാത്ര പോയി, ഒരു ഗത്ത് കഴിച്ച് കേൾക്കണം ഖുർആൻ സൂറത്തുൽ ഖസസ്. ആദ്യത്തെ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് കെട്ടുകാഴ്ച നടത്തിയൊരു മനുഷ്യന്റെ കഥ ഖുർആൻ പറയും. ഇതിപ്പോ ആർക്ക് വേണ്ടിയാ പറയണേ? ഇപ്പോഴത്തെ ജനതയ്ക്ക് വേണ്ടി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പണമുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെല്ലുവിളിക്കുമ്പോ സഹോദരങ്ങളെ 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 മണത്തരപ്പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ആ വലതു ഭാഗത്തേക്ക് നോക്കണം. എത്രയെത്ര മീസാങ്കല്ല. മണത്തരപ്പള്ളിയിൽ ഒരു ദിവസം ആദ്യം മകരം നിസ്കരിച്ചിട്ട് ഇറങ്ങിയതിന് ഒരു കാലിലെ ചെരുപ്പത്തിൽ രണ്ടാമത്തെ കാലിൽ ചെരുപ്പിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. മീസാങ്കല്ല് കണ്ടപ്പോ ഞാൻ പേടിച്ചു. മണത്തരപ്പള്ളിയുടെ കബർസ്ഥാൻ കണ്ട ആൾക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. എത്ര മീസാങ്കല്ല. ഞാൻ കോഴിക്കോട് വന്നു പറയുമ്പോ പറഞ്ഞു ഇല്ലേ, അന്ന് ദിവസമായി കോഴിക്കോട് ഞാൻ വന്നു പറഞ്ഞപ്പോ പറഞ്ഞു ഞാനൊരു പള്ളിയിൽ കയറി മീസാങ്കല്ല് കണ്ടപ്പോ പേടിച്ചു. കിടപ്പുണ്ട് അവിടെ. അവരുടെ അവസ്ഥ എന്താ? ഇതിനേക്കാൾ വലിയ ആളുകൾ അവിടെ മണ്ണിന്റെ അടിയിൽ. ഷാഹിദാ പയംബർ സഫേദ് സോ രഹി ഹേ, ഷാഹിദാ പയംബർ സഫേദ് സോ രഹി ഹേ, യേ ഊഞ്ചെ ഊഞ്ചെ ബംഗിലോ മിठी से सो रही है, ये ऊंचे ऊंचे ബംഗലോ മിठी से सो रही है. ഈ വലിയ ബംഗ്ലാവില് താമസിച്ചവരെവിടെ? ഇവിടെ ഏറ്റവും വലിയ ധനാഢ്യന്മാരെവിടെ? പള്ളിപ്പറമ്പിൽ പോയിട്ട് നോക്കുക. അവര് പള്ളിപ്പറമ്പിന്റെ മീസാങ്കല്ലിന്റെ അടിയിൽ കിടക്കുന്നുണ്ട്. ആ മണ്ണിന്റെ മുകളിൽ നിൽക്കുമ്പോൾ അറിയില്ലല്ലോ, പള്ളിക്കാട്ടിൽ നിൽക്കുമ്പോൾ അറിയില്ലല്ലോ അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അള്ളാഹു പണം തന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാ. പക്ഷേ ആ പണം അള്ളാഹു കൊടുത്തു കഴിഞ്ഞപ്പോ ആ പണത്തിന്റെ മേലക്കെടുപ്പ് കാണാം. സ്വന്തം നാട്ടിലൊരു കെട്ടുകാഴ്ചയുടെ ഘോഷയാത്ര നടത്തി. ആരെന്നറിയോ? മൂസാ നബിയുടെ കാലഘട്ടത്തിന്റെ കാറൂൻ എന്ത് ചെയ്തെന്നറിയോ? ആരാ കാറൂനാരാ? കാറൂന്റെ സമ്പത്ത് എന്താ? ഇന്ന കാറൂനെ കാനമിന് കൗമി മൂസ കാറൂനോട് പറഞ്ഞ് കാറൂനെ പണത്തിന്റെ പേരിൽ അഹങ്കരിക്കരുത്. ഈ പണം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചെടുക്കുന്നതാ. എത്രയെത്ര സമ്പന്നനാണ് ദരിദ്രന്മാരായത്. കണ്ടെന്നിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ. മാളിക മുകളേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കേൾക്കുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തന് തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കേൾക്കുന്നതും ഭവാൻ. ഇന്നത്തെ മുതലാളി നാളത്തെ ദരിദ്രൻ, ഇന്നത്തെ ദരിദ്രൻ നാളത്തെ മുതലാളി. ഇത് നാടകമാണ്, നാടകമാണ്. തമിഴം പറഞ്ഞതുപോലെ ദുനിയാവിന് നാടകമാണ്. നാടകമേ ഉലകം നാളെ നടപ്പതേ ആരറിവാൻ. തമിഴം പറഞ്ഞതുപോലെ നാടകമേ ഉലകം നാളെ നടപ്പതേ ആരറിവാൻ. ഈ ഉലകം ഒരു നാടകമാണ്. ഈ നാടകത്തിലെ
മുഹമ്മദ് കബീർ ബാക്കവി എന്ന് നേർച്ചക്കെതിരെ പറഞ്ഞ നേർച്ചക്കെതിരെ വല്ലാഹി ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതില് അനാചാരങ്ങൾക്കെതിരെയാ, ചീത്തകൾക്കെതിരെയാ, ചീന്നതകളെ വിശ്വസിക്കാൻ പറ്റില്ല, അതിനെതിരെയാ പറഞ്ഞത്. അത് ഊഹമെടുത്തോലങ്കാരം പറയുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, മൂസാ നബി പറഞ്ഞപ്പോ ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയുകയാ. ഇത് പറയുമ്പോ ചിലർ വിചാരിക്കും ബാക്കവി നിങ്ങൾ പറഞ്ഞ അടുത്ത ഇതിനേക്കാളും വലുതായിട്ട് ഞങ്ങൾ നടത്തുകടാ, വളരെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്, കാണിച്ചു തരാമടാ, പൊന്നുമോനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഫറോവയുടെ ഈ ചെങ്കടലിൽ പോയി ഉപ്പുവെള്ളം മണ്ണാക്കിലേക്ക് കയറിയപ്പോ ഫറോവ പോലും പറഞ്ഞില്ല മൂസ നീ പറഞ്ഞതാണ് ശരി, അള്ള പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞ ഫറോവയുടെ ആ ഫറോവ ഈജിപ്തിലെ പിരമിഡിന്റെ ഉള്ളിൽ കോസിനായി മാറിപ്പോയെന്ന് ആ ഫറോവയെ കാണാൻ ആളുകൾ എത്തുന്നതെന്ന് സഹോദരങ്ങളെ ഖുർആൻ പറയുകയാ. മൂസാ നബി ഭരണത്തിന്റെ അഹങ്കാരം കാണിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ കാറൂൻ എന്ത് ചെയ്തെന്നറിയോ? പണമങ്ങൾ കുമിഞ്ഞുകൂടിയപ്പോ കാറൂൻ പറഞ്ഞെന്ന മൂസാനെ കാണിച്ചു തരാം. സർവോടംബര വിഭൂഷിതനായി സ്വന്തം നാട്ടിലൂടെ 10,000 പെണ്ണുങ്ങൾ, 10,000 പെണ്ണുങ്ങൾ, 10,000 ആനക്കൂട്ടങ്ങൾ, 10,000 തേരാളികൾ, 10,000 കുതിരകൾ, അതിന്റെ പുറകിൽ സ്വർണത്തിന്റെ നിരത്ത്, അതിന്റെ മുകളിൽ ഇടത്തും വലത്തും തുണിയില്ലാത്ത പെണ്ണുങ്ങളെ കൊണ്ട് വെണ്ടാമരം വീശി ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത ഘോഷയാത്ര നടത്തി. ആരാ? സൂറത്ത് കസസിലെ കാറോ. സഹോദരങ്ങളെ, ചാവക്കാട് നിന്ന് മണത്തലയിലേക്ക് പോകുന്നത് പോലെ ആരോടാ പറയുന്നത്? ആരോടാ? 10,000 പെണ്ണുങ്ങളെ മുഴുവനെ താമ്പൂലമെടുത്ത് തലയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പെണ്ണുങ്ങളെ കൊണ്ട് വെണ്ടാമരം വീശിയിട്ട് പണത്തിന്റെ കൊടുപ്പ് കൊണ്ട് സ്വർണ്ണരഥമുണ്ടാക്കി ആ സ്വർണ്ണരഥത്തിന്റെ മുകളിൽ കയറിയിട്ട് അന്തരംഗനായ പെണ്ണുങ്ങളെ കൊണ്ട് വെണ്ടാമരം വീശി അതിലൂടെ കടന്നുപോയി കാറോ. ഈ റോഡിലൂടെ കാറൂ നടന്നു പോകുന്നത് കാണുമ്പോ, കാറൂന്റെ കെട്ടുകാഴ്ചയുടെ ഘോഷയാത്ര കാണുമ്പോ വഴിയരികിൽ നിന്ന് ആളുകൾ പറഞ്ഞവത്രേ അല്ലാഹുവേ 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 ഊത്തിയ കാറോ. അല്ലാഹുവേ കാറൂന് കിട്ടിയതുപോലെ ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു തമ്പുരാനെ. ഈ ഘോഷയാത്ര കണ്ടപ്പോ വഴിയിൽ കാണാൻ നിന്ന ആളുകൾ 2 വിഭാഗം. ഒരാളുകൾ പറഞ്ഞു അല്ലാഹുവേ യാ ലൈതനാ മിസ്ലമാ ഊതിയ കാറൂൻ, മോനെ ഇത് മംഗളത്തിലെ കഥയില്ല, ഖുർആൻ സൂറത്തുൽ കസസ്. പടച്ചോനെ ഞങ്ങൾക്ക് ഇമാതിരി ഇച്ചിരി ഇങ്ങോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇമാതിരി ഞങ്ങൾക്ക് അങ്ങോട്ട് കൂടായിരുന്നല്ലോ അല്ലാഹുവേ. അവരാഗ്രഹിച്ചു. ആ സമയത്ത് അവിടെ ഇരുന്ന കുറച്ച് വിവരമുള്ള ആളുകൾ, പള്ളിയിലെ കാവിമാർ, ഖത്തീബന്മാർ, അവര് പറഞ്ഞു ഇല്ല ഇല്ല, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കല്ലേ, നിങ്ങളങ്ങനെ ആഗ്രഹിക്കരുതേ. وقال الذين اوتوا العلم ويلكم ثواب الله خير. وقال الذين اوتوا العلم, അറിവുള്ള ആളുകൾ പറഞ്ഞു വൈലക്ക് നിങ്ങൾക്ക് നാശമാണ്, നിങ്ങളുടെ നാശമാണ്, നിങ്ങളുടെ നാശം തുടങ്ങാൻ പോവുകയാണ്. സവാബുല്ലാഹി ഖൈർ, അല്ലാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലമല്ലേ വലുത്. ഇതിനേക്കാൾ വലിയ ഘോഷയാത്ര നടത്താൻ പാടില്ലേ? ഇതിനേക്കാൾ വലിയ പെണ്ണ് നമ്മളെ അന്വേഷിച്ച് നടക്കില്ലേ? അല്ലാഹുവിന്റെ അടുക്കലുള്ള വലുത്. അവസാനം വരെ ഇരിക്കാൻ ഒരു പെണ്ണ് നിങ്ങളെ അന്വേഷിച്ച് നടക്കും. ചെറുപ്പക്കാരെ ഒരു പെണ്ണ്, ഇവിടെ നിങ്ങൾ പെണ്ണിനെ അന്വേഷിച്ച് നടക്കലല്ലേ പതിവ് അല്ലേ? ഇല്ല, മുത്തക്കീങ്ങളാ. ഇവിടെ ആണുങ്ങൾ പെണ്ണിന്റെ പുറകെ, പക്ഷെ പരലോകത്ത് വന്ന പെണ്ണ് ആണിനെ അന്വേഷിച്ചത്. ആ പെണ്ണിനൊരു പേരുമുണ്ട്, ചില ഇരിക്കും ഞാൻ പറയാം. നിങ്ങളിത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ഉണ്ട്, അദ്ദേഹം പറയാം. നല്ല പെണ്ണ്. എന്ത് പെണ്ണാന്നറിയാം? ഐശ്വര്യ റായിയെ പോലെ ഒന്നുമല്ല, അത് പറയണ്ട. ഐശ്വര്യ റായിയെ പോലെ ഒന്നുമല്ല, സുസ്മിത സെന്നിനെ പോലെയല്ല, ധാരാളത്തെ പോലെയല്ല, യുക്താമുഖിയെ പോലെയല്ല, നവ്യ നായരെ പോലെയല്ല, റളിയല്ലാഹു അൻഹു എന്ന് പറയല്ലേ, ബദരീകളുടെ പേരല്ല. പെട്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞത്. എന്ത് ഇവളൊക്കെ ആര്? പൊന്നുമോനെ വാ, ഞാനൊരു നല്ല പെണ്ണ്. അവളുടെ പേര് ഞാൻ പറഞ്ഞില്ല, പേരുള്ള പെണ്ണ് സ്വർഗത്തിൽ എനിക്ക് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് നല്ല പെണ്ണ് ഐശ്വര്യ. 11/11/2010 കല്യാണം കഴിഞ്ഞു. 12/12/2012 തെലാഖ് കഴിഞ്ഞു.
11/11/2011 കല്യാണം കഴിഞ്ഞു. 12/12/2012 തലാഖ് കഴിഞ്ഞു. ആരുടെ കഴിഞ്ഞിട്ട് നാളെ തലയായി ആരെയാ പറ പെണ്ണുങ്ങളല്ലേ താല്പര്യം. ഇതാണ് ഈ ദുനിയാവിൽ. അവർക്ക് എത്ര സൗന്ദര്യം ഉണ്ടായിട്ടും അവളുടെ കൂടെ കിടന്ന ഭർത്താവ് ഒരു വർഷം കഴിഞ്ഞപ്പോ കളഞ്ഞു. അതാ ദുനിയാവിലെ പെണ്ണ്. 11/11/2011 താരമൂല്യ വിവാഹം നടന്നു. 12/12/2012 തലാഖ് കഴിഞ്ഞു. നിന്റെ പ്രിയപ്പെട്ട മമതയുടെ പെങ്ങളെ, അങ്ങനെയല്ല ലോകത്തിന്റെ കണക്ക്. പൊന്നു ചെറുപ്പക്കാരെ മാറണമെന്നറിയോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ചിന്തിക്കട്ടെ, അല്ലാഹുവേ ഞാൻ എന്നെ കൊണ്ട് പറ്റുമോ? പറ്റും മോനെ, നീ കൊച്ചു ചെറുപ്പക്കാരാണ്, നിന്നെ കൊണ്ട് പറ്റും. അങ്ങനെ എന്തേ പറ്റാത്തത്? ഇന്ത്യയിൽ നിന്നൊരു ജോലിക്ക് വേണ്ടി ദക്ഷിണാഫ്രിക്കയിലെ ഗ്രാമാന്തരത്തിന് ജോലിക്ക് പോയ ഒരു പട്ടിണി പാവക്കാരനായ ചെറുപ്പക്കാരനാണ് അഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ. ദക്ഷിണാഫ്രിക്കയിലെ പലചരക്കുകളിൽ സെയിൽസ്മാനായി ജോലി കൊടുത്തു. മുതലാളിയുടെ മുമ്പിൽ ദക്ഷിണാഫ്രിക്കയിൽ സെയിൽസ്മാനായി പലചരക്കുകളിൽ ജോലിക്ക് വേണ്ടി നിന്ന അഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ അവന്റെ പലചരക്കുകളിലെ നേരെ ഓപ്പോസിറ്റ് ക്രൈസ്തവരുടെ സെമിനാരിയാണ്. അവിടെ നിന്നുകൊണ്ട് ക്രൈസ്തവ പാതിരിമാർ അള്ളാഹുവിന്റെ റസൂലിനെ തെരുവിളിച്ചപ്പോ, ഖുർആനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചപ്പോ, ഇപ്പുറത്തെ കടയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന അഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ, എന്റെ റസൂലിനെയാണോ ഈ പറയുന്നത്? എന്റെ ഖുർആനിനെയാണോ പറയുന്നത്? ആ ചെറുപ്പക്കാരന്റെ മനസ്സ് വേദനിച്ചു. അയാൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങി. ജോലി കഴിഞ്ഞ് വിശ്രമത്തിൽ കിട്ടിയ സമയത്ത് ഖുർആൻ പഠിച്ച ആ ചെറുപ്പക്കാരനാണ് പിന്നെ ലോകപ്രസിദ്ധനായ അഹമ്മദ് ദീദാത്തായി മാറിയത്. ആ ചെറുപ്പക്കാരനാണ് പിന്നീട് ലോക പ്രശസ്തനായ അഹമ്മദ് ദീദാത്തായി മാറിയത്. സഹോദരങ്ങളെ, കരിയ സഹോദരങ്ങളെ, കാറൂന്റെ വാഹനത്തിന്റെ ഘോഷയാത്ര കണ്ടപ്പോ വിവരമുള്ള പള്ളിയിലെ കാലിമാരും ഹത്തീബുമാരും പറഞ്ഞു, നിങ്ങളിത് ഒഴിവാക്കണേ, ഇത് ചെയ്യരുത്, നാളെ അള്ളാഹുവിന്റെ മുമ്പിലുള്ള പ്രതിഫലമല്ലേ വരട്. ഇല്ലാന്ന് പറഞ്ഞ് കാറൂർ യാത്ര നടത്തിയപ്പോ പണത്തിന്റെ കൊടുപ്പ് കൊണ്ട് അലങ്കാരം കൊണ്ട് ഘോഷയാത്ര നടത്തിയ തെറ്റുകാശ് നടത്തിയ കാറൂരാരായി. ആ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് ഭൂമി രണ്ടായിട്ട് പിളർന്നു. ആ ഭൂമിയിലേക്ക് കാറൂരും അവന്റെ ലക്ഷക്കണക്കിന് തെറ്റുകാശകളുമായിട്ട് കാറൂര് ഭൂമിയിൽ ചത്തൊടുങ്ങിപ്പോയെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ കെട്ടുകാഴ്ച സ്ഥലത്തെത്തിയില്ല, സ്വീകരണ സ്ഥലത്തെത്തിയില്ല. ഭൂമി രണ്ടായി പിളർന്നു. തന്റെ സർവസമ്പത്തോടെ കാറൂർ ഭൂമിക്കടിയിലേക്ക് ചത്തുപോയി. ഈ ആയത്ത് കഴിഞ്ഞിട്ട് ഇനി ഒരായത്തും ഒരു കഥയും കേട്ടു. എന്തോടാ അവിടെ? ഇത്രയും ആളുകൾ ഈ സൂചിയിട്ടാ കേൾക്കുന്ന നിശബ്ദത അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇങ്ങനെ തന്നെ എഴുന്നേറ്റ് സലാത്തിൽ ദുആ ചെയ്യുന്നവരുണ്ടാവും. ചില പെട്ടെന്ന് നിർത്തിയ സമയമായ ഇല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത ആയത്ത് എല്ലാവരും കേൾക്കണ. അടുത്ത ആയത്ത് അള്ളാഹു സമ്പന്നരോട് പറഞ്ഞത് കുറെ കാര്യങ്ങളുണ്ട്. എടാ, നിന്റെ കയ്യിൽ ഞാൻ സമ്പത്ത് തന്നിട്ടുണ്ട്, നീ എന്ത് ചെയ്യണം? 4 കാര്യങ്ങൾ സമ്പന്നര് ചെയ്യണം. കേട്ടോ? എത്ര കാര്യം? 4 കാര്യം. പൈസ കയ്യിലുള്ളവര് 4 കാര്യം. ഇരിക്കലി അവിടെ ഞാൻ ഇത്രയും സോപ്പിടുന്ന ഒരു മനുഷ്യൻ വർത്താനം പറയുന്നത് തങ്കക്കുളമാണ്. ഓ ഇല്ലേ? സമ്പത്ത് തന്നവരോട് അല്ലാഹു പറഞ്ഞിടണ്ടാ. ഞാൻ പറയുന്നത് ഇപ്പൊ ചാവക്കാടാണ്. ചാവക്കാട് സമ്പത്ത് അല്ലാഹു കൈവെള്ളയിൽ തന്നത്. അല്ല പറയുകയാണ് സമ്പത്ത് കയ്യിലുള്ള ആളുകളെ അല്ല പറയുന്നത് 4 നിർദ്ദേശമാണ്. ഒന്ന് അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട നാള് സ്വർഗത്തിന്റെ വീട് നിങ്ങൾ വിലക്ക് വാങ്ങിക്കണം. ഒന്ന് അല്ലാഹു നൽകിയ സമ്പത്ത് കൊണ്ട് നാളെ സ്വർഗത്തിലെ ഭവനം നിങ്ങൾ വിലക്ക് വാങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതേ സമ്പത്ത് വന്ന ഒരു പള്ളി അല്ലാഹു വെച്ച് കൊടുക്കണം, ഒരു ഹിഫ്ദുൽ അല്ലാഹു വെച്ച് കൊടുക്കണം. അപ്പൊ അല്ലാഹു നാളെ പകരം സ്വർഗത്തിലെ വീട് തരും. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. 2
രണ്ട് വാഹിസിനെ കമാസനല്ലാഹു ഇലൈക വലാ തൻസ നസീബക മിന ദുനിയാ. രണ്ട് ഇത് പറഞ്ഞ് ഒരു ഹൂറിയുടെ കഥയും കൂടെ പറയും. ഇന്നത്തെ വിശ്വാസാനം അള്ളാഹു നല്ലത് തരട്ടെ. സമ്പത്തുള്ള വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിന് പകരം സ്വർഗത്തിലെ വീട് വാങ്ങിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വീടൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞ് സ്വർഗത്തിൽ ഒരു വീട്, അതിനു വേണ്ടിയുള്ള കളക്ഷനാണ് നടക്കുന്നത്. ഇൻഷാല്ലാഹ് ബക്കറ്റുമായിട്ട് ആളുകൾ വരും. എല്ലാവരും ഇൻഷാല്ലാഹ് ഇതിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത്, ഈ നാട്ടിൽ ഇവിടെ ധാരാളം ദരിദ്രരുണ്ട്, ക്യാൻസർ രോഗികൾ, അവശത അനുഭവിക്കുന്നവർ, അവർക്കൊരു കൈത്താങ്ങിന് വേണ്ടിയാ ഇൻഷാല്ലാഹ് സലാത്ത് ചൊല്ലി ദുആ നടക്കും. നിങ്ങൾക്കറിയാലോ ഈ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. അടയാളം ഞാൻ പിന്നീട് പറയാം. ഈ അകരാട് മുസ്ലിം ഇവിടെ മുനിറൊക്കെ ഉണ്ടല്ലോ. അകരാട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അല്ലാഹു പറയുകയാണ് വബതഗി ഫീമാ അതാകല്ലാഹു തആല ആഖിറാ വലാ തൻസ നസീബക മിന ദുനിയാ. രണ്ട് സമ്പന്നര് ഈ ദുനിയാവിൽ നിങ്ങളുടെ ഓഹരി വളരെ കുറവാണെന്ന് ഓർക്കണം. അള്ള തന്ന പണം കൊണ്ട് സ്വർഗം വാങ്ങിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഓർക്കേണ്ടത് എന്താ? വലാ തൻസ നസീബക മിന ദുനിയാ. ഈ ദുനിയാവിൽ നിങ്ങളുടെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ തീരുന്നതാണെന്ന് ഓർക്കണം. ഈ കോടികളുടെ മുകളിൽ നിങ്ങൾ കിടന്നെന്ന് ഉറങ്ങുകയില്ല. ഗർഭാശയം വീട്ടതു മുതൽ സബറാണ്, അടുത്തുള്ള ക്യാമ്പും സോദരാ കബറാണ്. ഗർഭാശയം വീട്ടതു മുതൽ സബറാണ്, അടുത്തുള്ള ക്യാമ്പും സോദരാ കബറാണ്. ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് ഇറങ്ങി അന്ന് തുടങ്ങിയ യാത്രയാണ്. ഓരോ കാലടി മുമ്പിലോട്ട് വെക്കുമ്പോ നടന്ന് 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 നമ്മൾ കബറിലെത്തിച്ചേർന്നിടും. നാള് കൊടിയും തോറും നമ്മുടെ ആയുസെണ്ണം കുറഞ്ഞിടും. ഓരോ കാലടി വെക്കുമ്പോഴും നീ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ഇനി പോയി അവസാനിക്കുന്നത് പള്ളിക്കാട്ടിലെ കബറിലേക്ക് പോകാനുള്ളതാണ്. നീ സഹോദരങ്ങളെ, ഒരു ദിവസം നീ ഓർക്കണം. എന്തെന്നറിയോ? വലാ തൻസ നസീബക മിന ദുനിയാ. പെങ്ങളെ, ഈ ദുനിയാവിലെ ജീവിതത്തെ മറന്നു പോകരുത്. അള്ള പറയാണ്, നീ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവനാ. നാളെ നിന്റെ ഭാര്യയും മക്കളും അരിമക്കീടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം ചെയ്യാതെന്ന് നീ കിടക്കുന്നേ. മുഖത്തുള്ള തുണിയും അന്ന് ചിലരു നിർത്തുന്നേ. കൈകെട്ടി വിണ്ടാതെന്നു നീ കിടക്കുന്നേ. നാട്ടിലെ കോടിപതി മരിച്ചു. അവന്റെ മുഖത്ത് വെള്ള തുണിയിട്ടുകൂടി. ആളുകൾ വന്ന് മുഖത്തെ തുണി മാറ്റിയപ്പോ കൈകെട്ടിയിട്ട് കിടക്കുകയാണ്. ആരാ കൈകെട്ടി മലന്ന് കിടക്കുന്നതാരാ? ഈ ചാമക്കാരെ കിടുകിടാവിറപ്പിച്ചവൻ, ഈ മണത്തരെ കിടുകിടാവിറപ്പിച്ചവൻ. അവൻ മരിച്ചിട്ടങ്ങനെ മലന്ന് കിടക്കുകയാണ്. വാപ്പയും മക്കളൊത്ത് വാപ്പ കരയുകയാണ്, മക്കള് കരയുകയാണ്, ഉമ്മ കരയുകയാണ്. സഹോദരങ്ങളെ ഓത്ത് പിരിയുക. ഒരു വലിയ സംഭവം കേൾക്കുക. ഉമ്മ കരയുന്ന കരച്ചിലേടാ. ഉമ്മയുടെ കരച്ചിലൊരു പ്രത്യേകതയുണ്ട്. ഉമ്മയുടെ കരച്ചിലാര് കേൾക്കുന്ന കരച്ചിലല്ല, നിശബ്ദമായ കരച്ചിലാണ്. പക്ഷെ ഉമ്മ ഉറക്കെ കരയുന്നത് ഒറ്റ പ്രാവശ്യം മാത്രമേ ഉള്ളൂ. 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഉമ്മ ഇങ്ങനെ കിടത്തിക്കൊണ്ട് നടന്നു. ഉമ്മാക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. ഗർഭിണിയായ ഉമ്മ കരയുന്നുണ്ട്, പക്ഷേ കണ്ണുനീരയുള്ളൂ. കരച്ചിലിന് ശബ്ദമില്ല. അവസാനം ലേബർ റൂമിൽ ഒരു പ്രസവത്തിന്റെ മരണത്തിന്റെ വേദന കൊണ്ട് ഉമ്മ പ്രസവിച്ചു. സഹോദരങ്ങളെ, 140 അസ്ഥി ഒരേ സമയത്തൊടിഞ്ഞാൽ ഏത് വേദനയാണോ ആ വേദനയാണ് പ്രസവത്തിന്റെ വേദന. പക്ഷെ എന്നിട്ടും ഉമ്മയുടെ കരച്ചില് വെളിയിൽ കേട്ടില്ല. ജനിച്ച കുഞ്ഞിന്റെ കരച്ചിലാണ് വെളിയിൽ കേട്ടത്. ഉമ്മയുടെ പ്രസവ വേദന 140 എല്ല് ഒരേ സമയത്ത് ഒടിഞ്ഞ ഏത് വേദനയാണ് പ്രസവ വേദന. ആ വേദന ഉണ്ടായിട്ട് ഉമ്മ കരയാണ് നമ്മൾ വെളിയിൽ കെട്ടില്ല. കരയണ ആരുടെ കരച്ചിലാ കേട്ടത്? ആരുടെ കരച്ചില? കുട്ടിയുടെ കരച്ചിലാ കേട്ടത്. അവന് വേദനയില്ല. എന്നിട്ടാ പ്രിയപ്പെട്ട ഉമ്മ മടിത്തട്ടിലെത്തി പാലൂട്ടി വളർത്തുമ്പോ അല്ലാഹുവേ, ഉപ്പയില്ലാതെ ഈ കുഞ്ഞിയത്തിയുമായി പിറന്നു വരുമ്പോ ഈ ദാരിദ്ര്യത്തിൻ കാരണത്താൽ ചോർന്നൊലിക്കുന്ന ഒരു കൂരയിൽ
തക്കാളി കൊണ്ടുവരുന്ന പെട്ടിയുടെ പലകയെടുത്ത് ഒരു വാതിലുണ്ടാക്കി ഒരു ചെറിയ തറയിൽ ഒരു ചീറിയ തലപ്പായ വിരിച്ച് അതിന്റെ ഇടക്കും വരത്തിന്റെ നാമക്കള് കിടന്ന് അതിലാ സമയത്ത് മഴ പെയ്യുമ്പോ ഉറങ്ങാൻ കഴിയാതെ എഴുന്നേറ്റുന്ന ചിരട്ടയിൽ തറയിൽ കിടന്ന വെള്ളം കോരി കളഞ്ഞ് പിന്നെയും കിടന്നുറങ്ങി. അല്ലാഹുവേ, എന്റെ മക്കളെ ഞാൻ എങ്ങനെ വളർത്തുമെന്ന് ഓർത്തപ്പെടുന്നു. പ്രിയപ്പെട്ട ഉമ്മ കരഞ്ഞു, പക്ഷേ കരച്ചിൽ ഞങ്ങൾ വെളിയിൽ കേട്ടില്ല. സഹോദരങ്ങളെ, അവസാനം വളർന്ന് മക്കളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി കൂലിപ്പണിയെടുത്ത് നടക്കുമ്പോഴും പാതിരാ സമയത്ത് തളർന്നുറങ്ങുന്ന മക്കളെ ഒട്ടിയ വയറ് കണ്ടിട്ടും ഉറക്കം വരാതെ കരഞ്ഞു. അപ്പോഴും കണ്ണുനീരെ കണ്ടുള്ള നിലവിളി കേട്ടില്ല. നടന്ന് അവസാനം മക്കളെ ഹാഫിളായി ആലിമായി വിവാഹം കഴിച്ച് ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കൈ പിടിച്ചു പോകുമ്പോ അപ്പോഴും ഉമ്മ കരഞ്ഞു. കണ്ണുനീരേ ഉള്ളു, കരച്ചിലിന്റെ ശബ്ദമില്ല. ഭാര്യ പ്രസവിച്ച ആൺകുട്ടിയെ സ്വന്തം മക്കൾക്ക് കൊടുത്ത സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുത്തം കൊടുക്കുമ്പോ ഉമ്മ കരയുന്നുണ്ട്. അപ്പോഴും കണ്ണുനീരയുള്ള കരച്ചിലിന്റെ ശബ്ദമില്ല. അവസാനം മക്കൾ വരെ നിന്ന് ഈ നിലയിലെത്തുമ്പോ ഉമ്മ കരയുന്നുണ്ട്. അല്ലാഹുവേ, കഷ്ടപ്പെട്ട് വളർത്തിയത് പാടായില്ലല്ലോ. അങ്ങനെ കരയുമ്പോഴും ഉമ്മയുടെ കരച്ചില് കേൾക്കാത്ത കരച്ചില്. പക്ഷേ ആ ഉമ്മയുടെ മുമ്പിൽ ചെന്നിട്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ മകൻ മരിച്ചു, നിങ്ങളുടെ മകൻ അഹ്മദ് കബീർ മരിച്ചു. മരിച്ചിട്ട് വീടിന്റെ മുമ്പിലെത്തുമ്പോ ഭാര്യ മക്കളും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഉപ്പ പോവുകയാണോ? ഉപ്പ മറുപടി കൊടുക്കാണോ? മനന്ന് കിടക്കുമ്പോ അപ്പോഴും മരണ വീട്ടിൽ റൂമിന്റെ ഓരത്തിലും ഉമ്മ കരയുന്നുണ്ട്. ഉമ്മയുടെ ശബ്ദത്തിന് നിലവിളിയുടെ ഉറച്ചമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണ വീട്ടിൽ ഭാര്യ മക്കളുമാണ് ഉറക്കെ കരയുക. ഉമ്മ കരയുന്നത് ഇതേവരെ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഉമ്മയുടെ കരച്ചിൽ നമ്മൾ ഉറക്കെ കേൾക്കും. എപ്പോഴെന്നറിയോ? സന്തൂക്ക് കട്ടില് പള്ളിയിൽ നിന്ന് വന്നു, വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് സന്തൂക്ക് കട്ടിലേക്ക് വെച്ചു. എല്ലാവരും പറഞ്ഞു, ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ കണ്ടോ, മയ്യത്ത് പൊതിയാൻ പോവുകയാണ്. മയ്യത്ത് പൊതിഞ്ഞ് 4 പേര് തോളിലെടുത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളിക്കാട്ടിലെ കാലടി മണ്ണിലേക്ക് പോകുമ്പോഴാണ് വീടിന്റെ ഉള്ളിൽ നിന്ന് ഉമ്മയുടെ കരച്ചിലാദ്യം മറ്റൊരാള് കേൾക്കുക. ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാണിന്നെ. ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാണിന്നെ. കൺമണിയെ പോവുകയാണോ? മുത്തം കൊടുത്ത കവളിൽ മണ്ണ് വീഴുകയാണോ? എന്നാ കൺമണി, നിന്നെ ഞാനിനി ഒന്ന് കാണുക. ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. ഒരു ദിവസം നമ്മുടെ ഉമ്മ കരയില്ലേ? 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെക്കില്ലേ? 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെക്കില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവിലെ നിന്റെ ഓഹരി വളരെ കുറഞ്ഞതാണെന്ന് ഓർക്കണം. ഇന്നല്ലെങ്കിൽ നേരെ തിരിച്ചു പോകുമെന്ന് ഓർക്കണം. നാളെ മരിച്ചൊടുങ്ങാനുള്ളതാണ്. 6 അടി മണ്ണിനുള്ളിൽ അടക്കപ്പെടാനുള്ളതാണെന്ന് ഓർമ്മ വേണം. അങ്ങനെ പണം ചെലവഴിക്കാവൂ. 3 കെട്ടുകാശയ്ക്ക് പണം കൊടുക്കുന്ന, ഹറാമിന് പണം കൊടുക്കുന്ന സമ്പന്നരോട് ഞാൻ പറയുകയാണ്, അല്ലാഹു പറഞ്ഞ 3ാമത്തെ കാര്യം, വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി, വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി. ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ നിന്റെ സമ്പത്ത് ചെലവഴിക്കരുത്. അല്ലാഹു തന്നത് തിരിച്ചെടുത്ത് കളയുമെന്ന് വിശുദ്ധ ഖുർആൻ. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി. ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ, കള്ള് കുടിക്കാൻ, കഞ്ചാവ് വലിക്കാൻ നിന്റെ പണം ഉപയോഗിക്കപ്പെട്ടാൽ പാടില്ല. ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കൊടുക്കരുത് സഹോദരന്മാരെ, കൊടുക്കരുത് സഹോദരിമാരെ. 1 രൂപ നീ കൊടുത്താൽ വല്ലാഹി നിന്റെ നരകത്തിലേക്കുള്ള പോക്ക. മാന്യമായിട്ട് നടക്കാനെടുത്ത് കൊടുക്കും. യാസീൻ നബി ദുആ ചെയ്ത്
അന്നദാനം കൊടുക്കുന്ന ആണ്ടുകർച്ചയ്ക്ക് കൊടുക്കും, അതിൽ പ്രതിഫലം നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ഇതിന് കൊടുത്താൽ നിങ്ങൾ നരകത്ത്. ഞാൻ പറഞ്ഞു തീർന്നു, ഇനി നിങ്ങൾ കഴിയുന്നു. 4 അള്ളാഹു നിന്നോട് ഔദാര്യം കാണിച്ചതുപോലെ നീ അള്ളാഹിനോട് ഔദാര്യം കാണിക്കുക. എന്തൊരു വാക്കാത്? നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയതാ? ഫാത്തിമ ഹോസ്പിറ്റൽ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയതാ? ആണ് നോക്ക, അങ്ങനെ സ്വന്തമായിട്ട് കിട്ടിയതാണ്. അള്ള പറയുന്നത് സദക്ക ചെയ്യാൻ എവിടെ നിന്ന്? ഞാൻ നിനക്ക് തന്നതിൽ നിന്ന് അല്പം നീ കൊടുക്ക്. നീ ഉണ്ടാക്കിയതല്ല, നിന്റേതല്ല. ഖുർആനിൽ ഏതായത്ത് നിങ്ങൾ സദക്കയുടെ നോക്കിക്കോ. ഞാൻ തന്നതിൽ നിന്ന് നിങ്ങൾ കൊടുത്താൽ മതി, നിങ്ങൾ ഉണ്ടാക്കിയതിന് നിങ്ങൾ കൊടുക്കണ്ട. സദക്കയുടെ നിങ്ങൾ നോക്കി. ഞാൻ തന്നതിന് പാവങ്ങൾക്ക് ചെലവഴിക്ക്, ഞാൻ തന്നതിന് സദക്ക കൊടുക്ക്, ഞാൻ തന്നതിന് ചെലവഴിക്ക്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അങ്ങനെയാവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പൊന്ന ചെറുപ്പക്കാരെ, ഈ ആർഭാടത്തോട് വിട പറയണം. ഇത് കുറെ പെണ്ണും കുറെ കള്ളും ഒക്കെ അടിക്കാൻ കിട്ടിയ ഏത് ചെറുപ്പക്കാരുണ്ടാകും. പൊന്നുമോനെ, പെണ്ണിന്റെ കൂടെ നടക്കേണ്ടവിടെ ആഖിറത്തിലല്ലേ? ഇവിടെ മാറ്റി. നിങ്ങൾക്കറിയൊരു സഹാബിയെ, നിങ്ങൾക്കറിയൊരു സഹാബിയെ സമയായ കൊണ്ടുപോയിക്കോളൂ. ഇവരെ പക്കത്തിലൊന്നും പോയില്ലേ? എപ്പോഴേ ഞാൻ പറഞ്ഞു എന്താ ഒരു നല്ല കഥ കേട്ടോളൂ. ഇൻഷാഅല്ലാഹ് പ്രോത്സാഹിപ്പിക്കും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ദിയത്തോടെ അവസാനം 10 സലാത്ത് ചൊല്ലും. അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഏതാഗ്രഹം മനസ്സിൽ വെച്ചോ. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാനൊരു വലിയ അത്ഭുതകരമായ ചെറുപ്പക്കാരന്റെ ചരിത്രം. ഏതാ ചെറുപ്പക്കാരൻ? ലോകസുന്ദരനാ, അറേബ്യയിലെ ഏറ്റവും നല്ല ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ വരുന്നത് കണ്ട, സ്വർണത്തിന്റെ വസ്ത്രമെടുത്തിട്ട് ആ ചെറുപ്പക്കാരൻ വരുന്നത് കാണാൻ മക്കയിലെ പെണ്ണുങ്ങള് റോഡിന്റെ ഇരു സൈഡിലെ കാത്തുനിന്ന ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ആരാ മിസ്അബ്? ഏറ്റവും പണമുള്ള ചെറുപ്പക്കാരൻ. സ്വർണത്തിന്റെ കസവ് വസ്ത്രം എടുത്തിട്ട് മിസ്അബ് കുതിരപ്പുറത്ത് വരുന്നത് കാണാൻ പെണ്ണുങ്ങള് കാത്തു നിൽക്കുമായിരുന്നു. ആ മിസ്അബാരായി ലോക ചരിത്രത്തിൽ മിസ്അബിനെ പോലെ ഒരാളില്ല. അള്ളാഹു മനസ്സിലാക്കാൻ ബോധം നൽകട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ ബോധം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ, സദഖ ചെയ്യുക. കഴിഞ്ഞതിന് മുമ്പിലത്തെ വ്യാഴാഴ്ച കൊല്ലത്തിന് പ്രസംഗത്തിന് കയറാൻ പോവുകയാ. അകനാട് നിന്ന് ഉമർ ഉസ്താദ് ജോലി ചെയ്യുന്നിടത്ത് നിന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുനീർ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഉമ്മാന്റെ ദേഹത്തേക്ക് തലയിൽ പെട്ടെന്ന് അസുഖമുണ്ടായി, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാര് കൈയൊഴിയുകയാ. ഉസ്താദേ, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. 6666 രൂപ നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, സർവ്വ ഹോസ്പിറ്റലിലും പോയി, തൊട്ടടുത്ത് നടന്നടാ, സർവ്വ ഹോസ്പിറ്റലിലും പോയി. സഹോദരങ്ങളെ, ഡോക്ടർമാര് കൈയൊഴിഞ്ഞു. തൃശ്ശൂർ അശ്വിനി ഹോസ്പിറ്റലിൽ പോകുമ്പോ ഓപ്പറേഷന് വിധേയമാക്കപ്പെട്ടു. 9 മണിക്ക് ഓപ്പറേഷൻ തുടങ്ങിയിട്ട് 2 മണിക്ക് ഓപ്പറേഷൻ അവസാനിച്ചു. അശ്വിനി ഹോസ്പിറ്റലിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, 10 ദിവസം വെന്റിലേറ്ററിൽ കിടക്കണം, എന്നാലേ രോഗിയെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂ. 10 ആളിവിടെ ഇപ്പൊ ആളങ്ങനെ സർവ്വ ഡോക്ടർമാരും അടക്കം അശ്വിനി ഹോസ്പിറ്റൽ ഡോക്ടർ വന്ന് നോക്കാം. തലയിൽ ഓപ്പറേഷൻ നടന്നു. 10 ദിവസം വെന്റിലേറ്ററിൽ കിടക്കണം. സുബ്ഹാനല്ലാഹ്. ഈ 10,000 ചൊല്ലുന്ന സലാത്തും ആമീനും അവിടെയാണ് നിഷ്ഫലമാവുക. അവിടെ ഞാൻ എന്റെ സലാത്തിന് ദുആയിലുമാണ്. പിറ്റേ ദിവസം രാവിലെ വെന്റിലേറ്ററിൽ രോഗി കിടന്നെന്ന് പറഞ്ഞാൽ 95% മരിച്ചെന്നുറപ്പാ. തിരിച്ചു വന്നവര് വളരെ കുറവാണ്. അല്ലേ? ഹോസ്പിറ്റൽ അടുത്ത നാളല്ലേ? വെന്റിലേറ്റർ കൃത്രിമ ശ്വാസമില്ല. 95% മരിച്ചെന്നുറപ്പാ. സുബ്ഹാനല്ലാഹ്. രാവിലെ 9 മണിക്ക് ഡോക്ടർ വന്നിട്ട് മക്കളോട് പറഞ്ഞു, ഉമ്മ കാലനക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പാല് കുടിക്കാൻ കൊടുത്ത് പാല് കുടിച്ചു. ആ ഡോക്ടർ പറഞ്ഞതെന്തറിയോ? 200-ലധികം ഓപ്പറേഷൻ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമാണ് 10 ദിവസം വെന്റിലേറ്ററിൽ കിടക്കണമെന്ന് പറഞ്ഞ രോഗി പിറ്റേ ദിവസം രാവിലെ കാലടക്കിയതെന്ന് തൃശ്ശൂർ അശ്വിനി ഹോസ്പിറ്റലിലെ ഡോക്ടർ
പക്ഷേ എന്റെ ജീവിതത്തിൽ ആദ്യമാണ് വെന്റിലേറ്ററിലേക്ക് പറഞ്ഞു വിട്ട രോഗി പിറ്റേ ദിവസം രാവിലെ കാലനക്കുന്നത്. ഖുർആനിൽ 6666 ആയത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതനുസരിച്ച് സദഖ നേർച്ചയാക്കുക. നാളെ വരുമ്പോ ഉസ്താദേ മാരകമായ രോഗമുണ്ട്, മലപ്പുറത്ത് ആനമങ്ങാട് 10 വർഷമായി കുട്ടികളില്ല, ഡോക്ടർമാര് ഓപ്പറേഷൻ ചെയ്ത് 4 ലക്ഷം രൂപ, ഇനി മെഡിസിൻ ഇല്ല, നിങ്ങൾ പ്രസവിക്കില്ല. ആനമങ്ങാട് ഇതുപോലെ സദസ്സിൽ 6666 നീയത്ത് നേടൂ. സഹോദരങ്ങളെ, ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിന് ഞാൻ പോകുമ്പോ അന്നാണല്ലോ ഖത്തറിൽ നിന്ന് ദുആയിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അല്ലാഹുവേ നീ സാലിഹായ സന്താനത്തെ കൊടുക്കണേ തമ്പുരാനെ. അവിടെ വന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഡോക്ടർമാര് മരുന്നില്ലെന്ന് പറഞ്ഞ രോഗി ഇപ്പോൾ ഗർഭിണിയാണ്, അല്ലാഹു സാലിഹായ സന്താനത്തെ കൊടുക്കട്ടെ. ഈ സദസ്സിൽ ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഈ വർഷം ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 20, 21 തീയതികളിൽ ആലുവ ടൗണിൽ എസ്പി ഓഫീസിന്റെ അടുക്കൽ 12 ഏക്കറോളം വിശാലമായ മൈതാനത്തിൽ ഈ വിനീതന്റെ ഖുർആൻ വാർഷിക പ്രഭാഷണം നടക്കുകയാ. 2 ലക്ഷത്തോളം ആളുകളെയാ പ്രതീക്ഷിക്കുക. 21 തീയതി ഏപ്രിൽ 21 തീയതി ഇൻഷാ അല്ലാഹ് 1 ലക്ഷം യാസീനോദിലുവായുണ്ട്. 1 ലക്ഷം യാസീനോദിലുവായുണ്ട്. നമ്മുടെ ആയുസിന് നാളെ കഴിയില്ല. 1 ലക്ഷം യാസീനോദിലുവാ ചെയ്യുമ്പോ അവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് യാസീനോട് ദുആ ചെയ്യുമ്പോ ഈ ചാവക്കാട് ഞാൻ പറഞ്ഞല്ലോ, ഹുള്ളിന്റെ പേര് പറയുന്നതിന് മുമ്പ് അല്ലാഹു അനുഗ്രഹിച്ച ഈ സദസ്സിൽ വെച്ച് ഞാൻ ഓദിക്കുകയാ. 6666 ഈ സദസ്സിൽ ഇപ്പൊ എത്രയോ 10-25,000-ലധികം 10-30,000-ലധികം ആളുകളുണ്ട്. 10 സലാത്ത് തന്നെയാൽ 3 ലക്ഷം സലാത്തായി. ഈ സലാത്തുകൾ 1 ലക്ഷം യാസീനോട് ദുആ ചെയ്യുമ്പോ അവിടെ വെച്ച് പേര് പറഞ്ഞ് ദുആ ചെയ്യാൻ ഏറ്റവും വലിയ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഒരു 66,666 രൂപ കഴിഞ്ഞ ആഴ്ച ഞാൻ മലപ്പുറത്ത് ഓടിക്കുമ്പോ എത്രയോ സഹോദരങ്ങളാണ് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി ഒരു 66,666 രൂപ ഈ സദസ്സിന് മുൻഷാവേ ഞാൻ കൊടുത്തേക്കാം എന്ന ആഗ്രഹത്തോട് അല്ലാഹു ഫദ്ൽ ചെയ്ത, അല്ലാഹു അനുഗ്രഹം ചെയ്ത ഏതെങ്കിലും ഒരു സഹോദരങ്ങൾ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. 6,666 ഇപ്പൊ സദസ്സിന് 66,666 രൂപ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ഏപ്രിൽ 21 ഞായറാഴ്ച എല്ലാവരും എത്തണം. അല്ലാഹു കബൂലാക്കട്ടെ. 1 ലക്ഷം യാസീനോദി ദുആ ചെയ്യും, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 66,666 രൂപ ഏതെങ്കിലും ഒരു സഹോദരൻ അല്ലാഹു കബൂലാക്കട്ടെ. തക്കബ്ബലല്ലാഹ്. ഖത്തറിൽ നിന്ന് 2 ദിവസം എന്റെ വാദിന് വേണ്ടി മാത്രം വന്ന തക്കബ്ബലല്ലാഹ്. 66,666 ഇബ്രാഹിം കുട്ടി സാഹിബ് ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. 3 സലാത്ത് ഉറക്കെ ചൊല്ലി. ഇപ്പൊ 3 സലാത്ത് ഉണ്ടാവും. 3 സലാത്ത് ഉറക്കെ ചൊല്ലി. വാദ് തീർന്നിട്ടില്ല, ഞാൻ പറഞ്ഞിട്ട് വിട്ടു. എല്ലാവരും ചൊല്ലി അലാ മുഹമ്മദ്. اللهم صل على محمد والآل أهل البيت سلم. റഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ സർവ്വപാപങ്ങളെ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ വെച്ച് ഈ സ്വലാത്തിന്റെ മജ്‌ലിസിൽ 66,666 സദഖ ചെയ്ത ഇബ്രാഹിം എന്ന സഹോദരൻ അല്ലാഹുവേ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്തതുപോലെ വബാരിക അലാ ഇബ്രാഹിം. അല്ലാഹുവേ ഈ സഹോദരന്റെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കൊടുത്ത ആൺമക്കളെ ഇസ്മായിൽ നബിയെ പോലെ, ഇസ്ഹാഖ് നബിയെ പോലെ കൺകുളിർമയുള്ള മക്കളാക്കി കൊടുക്കണേ അല്ലാഹ്. നിസ്കാരം നിലനിർത്തുന്ന, ഉപ്പാക്കും അമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുന്ന, നാളെ ഖബറിലേക്ക് എത്തുന്ന ദുആ ചെയ്യുന്ന, സ്വർഗ്ഗത്തിൽ ഒരു കൂടുന്ന മക്കളാക്കി നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ പെൺമക്കളെ സാരികാത്തുകളാക്കണേ തമ്പുരാനെ. ഭാര്യയോടൊത്ത് ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പടച്ചവനെ നിന്റെ ദീനിനു വേണ്ടി സദഖ ചെയ്യുന്ന ആ കുടുംബത്ത് നാളെ ഇതേപോലെ സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുവേ മകളുടെ കുട്ടികൾക്ക് നീ ആയുരാരോഗ്യ സൗഖ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ആൺമക്കളുടെ കുഞ്ഞുമക്കൾ നീ അവരെ സാലിഹാക്കി ഹാഫിളാക്കി
കൊടുക്കണേ അല്ലാ. എന്തെങ്കിലും രോഗങ്ങളുള്ള കുഞ്ഞുമക്കൾക്ക് നീ അത് പൂർണ്ണ ശിവയാക്കണേ തമ്പുരാനെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഓടുന്ന 1,00,000 യാസീന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ അത് പൂർണ്ണ ശിവയാക്കി. അല്ലാഹുവേ മകന് നീ സാലിഹായ സന്താനത്തെ കൊടുക്കണേ അല്ലാ, സാലിഹായ സന്താനത്തെ കൊടുക്കണേ അല്ലാ. അവരെ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ. അവസാനം വരെ കീല് മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ. നാളെ സ്വർഗത്തിൽ ഇതേപോലെ സ്വർണ്ണക്കട്ടിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബമാക്കണേ അല്ലാ. അവരുടെ വൃദ്ധമാതാപിതാക്കൾക്ക് അല്ലാഹുവേ സർവ്വരോഗങ്ങളെ ശിവയാക്കി ആയുരാരോഗ്യ സൗഖ്യം നൽകണേ തമ്പുരാനെ. സയ്യിദുനാ മുഹമ്മദ് വാലി സദീദിന് ഇൻഷാ അല്ലാഹ് ഹൈപ്പവർ ഗ്രൂപ്പിന്റെ ഉണ്ട് ഇമാമുദ്ദീൻ സാഹിബ് 66,666. അല്ലാഹു കബൂലാക്കട്ടെ. ഒരു തക്ബീർ, ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد والآل أهل البيت سلم. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇമാമുദ്ദീൻ സാഹിബിന്റെ സദഖ സ്വീകരിച്ചു അല്ലാഹുവേ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഭാര്യയോട് ആരോഗ്യത്തോട് സമാധാനത്തോടെ സന്തോഷത്തോടെയുള്ള ജീവിതം നൽകണേ അല്ലാ. അല്ലാഹുവേ മക്കളെ സാലിഹീങ്ങളാക്കി കൊടുക്കണേ തമ്പുരാനെ. സാലിഹാത്തുകളാക്കണേ അല്ലാഹുവേ. അവർക്ക് സാലിഹീങ്ങളായ ഭർത്താക്കന്മാരെയും സാലിഹാത്തുകളായ ഭാര്യമാരെയും നൽകണേ അല്ലാഹുവേ. പുതുതായി വെക്കുന്ന ഭവനത്തിന് നീ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. സക്കീനത്ത് നൽകണേ അല്ലാഹുവേ. മാതാപിതാക്കളുടെ ജീവിതത്തിൽ പരലോകത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ ദീർഘകാലം ഈ മഹലിന്റെ പ്രസിഡന്റായിരുന്ന ആളാണ്. ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാത്ത് അല്ലാഹുവേ മാരക രോഗത്തിൽ നിന്ന് കാത്ത് പടച്ചവനെ സമ്പത്തിന് ബറക്കത്ത് കൊടുത്തു നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന സമ്പന്നരിൽ പെടുത്തണേ അല്ലാ. കുടുംബമായി നാളെ സ്വർഗത്തിൽ വിശേഷം പങ്കുവെക്കുന്ന കുടുംബമായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. സയ്യിദുനാ മുഹമ്മദ് വാലി സദീദ് ഭായി നീ ആരാ? അബു ബീവി സഹോദരിയ എൻഷില അബു ബീവി. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹു ഖുറൂസത്തുക. എനിക്ക് ദുആഇന്റെ കാര്യമുണ്ട്. ഞാൻ നടത്തില്ല പറഞ്ഞ കീഴ്ച പറഞ്ഞിട്ടല്ലോ ബാക്കി അല്ലാഹു കബൂലാക്കട്ടെ. അത് നമ്മുടെ കോഴിക്കോട് സദസ്സനല്ലേ മൂന്നാതിരാതെ ഒരാളെ നേരിട്ടില്ല. യഥാർത്ഥത്തിൽ വാതിന്റെ ഏറ്റവും ഇപ്പൊ എത്ര സ്ഥലത്ത് ഇവിടെ മുടങ്ങും. ഒരാമയും പറയുമ്പോൾ അള്ളാഹ് സ്വീകരിക്കില്ലേ? അതാണ് നമ്മുടെ വാതിന്റെ ഏറ്റവും വലിയ പ്രോഫിറ്റ്. അതാണ് ലാഭമാണ്. അള്ളാഹു തരട്ടെ. അബൂ പീവി 66,666 കുരുത്തത്തിന് 3 സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ സ്വീകരിക്കണേ തമ്പുരാനെ. അബൂ എന്ന സഹോദരന്റെ സദഖ അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖല ഏതാണോ നീ അതിന് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഈ സദഖ ചെയ്തതിനേക്കാൾ വലിയ ലാഭങ്ങൾ നൽകണേ തമ്പുരാനെ. കുടുംബ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. ഭവനത്തിൽ നിന്റെ സകീനത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് സമാധാനത്തോടെ ജീവിച്ച് നാളെ സ്വർഗത്തിന്റെ സമാധാന ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. കൺകുളിർമേകുന്ന പൊന്നു മക്കളാക്കി കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ അല്ലാഹുവേ മരിക്കുന്നത് വരെ കണ്ണ് നിറയാണ്, കൽബ് പിടയാണ്, ഒരു പരീക്ഷണങ്ങളുമില്ലാതെ സമാധാനത്തോടെ ജീവിപ്പിക്കണേ തമ്പുരാനെ. നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബമാക്കി സ്വീകരിക്കണേ അല്ലാഹ്. സയ്യിദുനാ മുഹമ്മദ് വാലി സദീദ് ഭായി 3 പേരായി. അൽഹംദുലില്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. 4ാമതൊരാളും കൂടെ പറയും.
ഖുലഫാഉ റാഷിദീങ്ങൾ 4 പേര്, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോ പറയാൻ ഞാൻ ആരും സമ്മർദ്ദം ചെലുത്തൂല. ഇപ്പൊ ഇങ്ങനെയാണ് സദക്ക 66,666. നാളെ വരുമ്പോ ഒരു പേപ്പറിൽ എഴുതി 6,666, ഖുർആനിൽ 6,666 ആയത്തുകളുണ്ട്. ഉസ്താദ് ഇങ്ങനെ കുറെ ആളുകൾ ഇപ്പൊ തന്നെ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. എന്റെ സ്ഥാപനത്തിലേക്ക് നൽകുന്ന ധാരാളം ആളുകളുണ്ട്. ഉസ്താദ് ഒരു ആഗ്രഹം, 17 വർഷമായിട്ട് കുട്ടികളില്ലാത്തവർക്ക് സദക്ക കൊണ്ടുണ്ടായിട്ടുണ്ട്. ക്യാൻസർ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, വെന്റിലേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് വന്നെങ്കിൽ പിന്നെ സദക്കയുടെ പവർ എന്താ? അള്ളാഹുവിനെ ആക്കി തരട്ടെ, അള്ളാഹുവിനെ ആക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോ സഹോദരങ്ങളെ ഉസ്താദ് ഒരു ആഗ്രഹാവശ്യമുണ്ട്. എന്റെ എല്ലാ സദസ്സിലും ദുആ ചെയ്യും. കബീർ മുസ്ലിയാർ വലുതായിട്ട്, കബീർ മുസ്ലിയാർ ഒരു പാവ മനുഷ്യൻ, വളരെ സാധു, വളരെ സാധു. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. ദുആ ചെയ്യും സഹോദരങ്ങൾ. കബീർ മുസ്ലിയാർ മഹാപാവമാണ്. നിങ്ങൾ ചിലർ അകലെന്നൊക്കെ നോക്കുമ്പോൾ പറയും ഭയങ്കര അഹങ്കാരിയാണ്. എന്നാലും എന്നെ അടുത്തിറങ്ങാൻ എല്ലാവരും പറയും പാവമാണ്, മഹാപാവമാണ്. ഞാന് അത് അടുത്തറിയാത്തത് അകലെന്ന് നോക്കുമ്പോ അങ്ങനെയൊക്കെ ഒരാളെ കുറിച്ച് തോന്നണം. അതൊരു ഇജ്ജത്താണ്. ഇച്ചാക്ക് ഇച്ചിരി അഹങ്കാരം എന്നൊക്കെ തോന്നും. പക്ഷെ ഈ കുപ്പായത്തിനുള്ളിൽ വെറും സാധുവാണ്. എനിക്കിപ്പോ എന്താ ഇത് മാത്രമുള്ളത്? സഹോദരൻ 2066 എത്തിച്ചിട്ട് എല്ലാ സദസ്സിലും എത്തിക്കാറുണ്ട്. നാളെ വരുമ്പോ പേപ്പർ എഴുതി ഉസ്താദ് ഇങ്ങനെ ആഗ്രഹമുള്ളത് സബരി 6,666 രൂപ. പക്ഷെ ഓരോ സദസ്സിലും 10,000 ആളുകളുണ്ട്. ആമീൻ പറയും സയ്യിദന്മാർ, ആലിമീങ്ങൾ. അള്ളാഹുവിന്റെ ബറക്കത്തോട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സബലീകരിച്ച് നൽകട്ടെ. അതിന് കഴിയാത്തവർ നാളെ വരുമ്പോൾ ഒരു 313 രൂപ ബദീനയുടെ പേരിൽ ഉസ്താദിന്റെ ആഗ്രഹം സ്ഥാപിക്കുക. കൂലിത്തൊഴിലാളിയാണ്, ഒന്നുമില്ല, 313 രൂപ ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോൾ ഇവിടെ എത്തിക്കണം. എല്ലാ സഹോദരങ്ങളും നാളത്തെ പ്രത്യേക ദുആയി സലാത്ത് കൊണ്ട് അള്ളാഹു കബൂലാക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുന മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആരാ മിസ്അബ്? നല്ല കസവിന്റെ വസ്ത്രം ധരിച്ച് അടിപൊളി സുന്ദരനായ മിസ്അബ് മക്കയിലൂടെ നടന്നു പോകുമ്പോ അത് കാണാൻ അന്നത്തെ പെണ്ണുങ്ങൾ കാത്തു നിൽക്കുമായിരുന്നു. ചെറുപ്പക്കാരെ ഇങ്ങോട്ട് നോക്ക്. ബക്കറ്റ് വിളിച്ചു കഴിഞ്ഞാ പിന്നെ എല്ലാവരും ബക്കറ്റ് ജോലി പങ്കെടുക്കുന്നു, അതിൽ പങ്കെടുക്കും. ഇപ്പോഴത്തെ നിങ്ങളെ പോലെ തന്നെ ഇപ്പൊ നിങ്ങൾ 615 കയറിയിട്ട് 615 അതിന് കയറിയിട്ട് മാതിരി കുളത്തിന്റെ മുകളിൽ തവളയിരിക്കണമാരും കൂടി ഇരുന്നിട്ട് റോഡിലൂടെ പാഞ്ഞു പോകുമ്പോൾ പെൺപിള്ളേര് കാണാൻ വേണ്ടി നിൽക്കുമല്ലോ, അത് ചെറുപ്പക്കാരൊരു ഹോബിയാണ്. ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകൻ മുസ്അബ് ഇബ്നു ഉമൈർ. സമ്പത്തിന്റെ സൗന്ദര്യമുണ്ട്, ഗ്ലാമർ താരം നമ്മുടെ ഭാഷയിൽ പറഞ്ഞു. ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ധീരനായ ചെറുപ്പക്കാരനാ. കസവ് വസ്ത്രം ധരിച്ചിട്ട് മക്കയുടെ തെരുവോരത്തിലൂടെ നടന്നു പോകുമ്പോ ആ മക്കയിലെ പെണ്ണുങ്ങളുടെ സ്വപ്നം കണ്ട താരരാജകുമാരന് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, സർവാഡംബര വിഭൂഷിതനായി മുസ്അബിന്റെ ചെറുപ്പക്കാലം കഴിയുമ്പോഴാ മദീനയിലേക്ക് മക്കയിലോട്ട് കടന്നു വരുന്നത് സ്നേഹത്തിന്റെ വെളിച്ചവുമായി അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്അബ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തെത്തി, യാ റസൂലല്ലാഹ്, എനിക്ക് പണം വേണ്ട നബിയേ, പദവി വേണ്ട നബിയേ, പ്രതാപം വേണ്ട നബിയേ, എനിക്ക് സ്വർഗ്ഗം മതി നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തോട്ട് വന്നിട്ട് ഇസ്ലാമിന് വേണ്ടി പിന്നെ പോരാടാൻ തുടങ്ങി. കസവ് വസ്ത്രമെവിടെ, കാത്തുനിന്ന തരുണീ മണികളെവിടെ, വെഞ്ചാമരമെവിടെ, സ്വർണ്ണക്കോപ്പകളെവിടെ, വെഞ്ചാമരങ്ങളെവിടെ, എല്ലാം വിട പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പരിവരുത്ത ഈത്തപ്പന മരത്തിന്റെ ഓരയില് മക്കയിലെ കോടിപതിയായ മുസ്അബ് ഇബ്നു ഉമൈർ, സുന്ദരനായ ചെറുപ്പക്കാരന് ആദ്യമായി മദീനത്തേക്ക് പോയത് മുസ്അബ് ഇബ്നു ഉമൈറാണ്. അല്ലാഹുവിന്റെ റസൂൽ ചെല്ലുന്നതിന് മുമ്പ് മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനത്ത് ചെന്ന് ഇസ്ലാം പഠിപ്പിച്ച ഒന്ന് ആലോചിച്ചു നോക്കുന്നത് പ്രകാരാ. സൗന്ദര്യമുണ്ടായിട്ട് പണമുണ്ടായിട്ട് രണ്ടും പരിസരത്ത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പരിവരുത്ത ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങി. അവസാനം ഒരു ദിവസം സർവാഡംബര വിഭൂഷിതനായ മുസ്അബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലോട്ട് കടന്നു വന്നപ്പോ റസൂല് മുസ്അബിനെ കണ്ടപ്പോ പൊട്ടിക്കരയാൻ തുടങ്ങി. റസൂലുള്ളാഹിയുടെ കവിളിലൂടെ കണ്ണുനീര് തുടങ്ങുകയാണ്. കാരണം എന്തെന്നറിയോ മുസ്അബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ നബിയേ കരയുന്നതെന്താ?
എന്നെ കണ്ടപ്പോ കരയുന്നതെന്താ നബിയെ? റസൂലുള്ള പറഞ്ഞ മിസ്സബേ, നിന്റെ ഈ അവസ്ഥ കണ്ടപ്പോ നിന്റെ പഴയകാല ജീവിതം ഞാൻ ഓർത്തുപോയി മിസ്സബേ. മിസ്സബേ മിസ്സബേ, സ്വർണ്ണ നൂല് കൊണ്ടുണ്ടാക്ക ഉടുപ്പിട്ട് നടന്ന നീ ആ സമയത്ത് മിസ്സബെന്ന ചെറുപ്പക്കാരന്റെ ശരീരമേടാ 60 സ്ഥലങ്ങളിൽ കീറിപ്പോയിട്ട് വേറെ തുണി വെച്ചിട്ട് കുത്തിത്തയ്ച്ചു വെച്ചിരിക്കുന്ന കുപ്പായം ഇട്ടിട്ട് 60 സ്ഥലങ്ങളിൽ കീറിപ്പോയി വേറെ കസരം വെച്ച് കുത്തിത്തയ്ച്ച വസ്ത്രം ഇട്ടിട്ട് മിസ്സബ് വന്നപ്പോ റസൂലുള്ള പോലെ കരഞ്ഞു പോയില്ല മിസ്സബേ. ഇതെന്ത് കോലമാണ് മിസ്സബേ? നിന്റെ പഴയകാല ജീവിതം ഞാൻ ഓർത്തുപോയി. നിന്നെ കാണാനല്ലേ പെൺകുട്ടികളെ കാത്തു നിന്നത്. നീയാണോ മിസ്സബേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പരിസാലത്തിന്റെ നെഞ്ചകത്തോട് കെട്ടിപ്പിടിച്ച് പരിരംഭണം തേട് മിസ്സബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങനെ എന്നോട് പറഞ്ഞത് ഈ ദുനിയാവിലെ പട്ടുവസ്ത്രമല്ല, സ്വർഗത്തിന്റെ വസ്ത്രമാണ് നല്ലതെന്ന്. എനിക്ക് സ്വർഗത്തിലെ പുടവ കിട്ടാൻ അങ്ങ് ദുആ ചെയ്താൽ മതി നബിയേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ആർഭാടത്തിന്റെ നടുവിലൂടെ തുള്ളിക്കളിച്ച് മദ്യത്തിന്റെ അകമ്പടിയോട് ജീർണതകളുടെ നടുവിൽ തുള്ളിക്കളിക്കുന്ന ആനയും അമ്പാരിയുടെയും നടുവിൽ അമ്പാരി എന്ന പെണ്ണുങ്ങളുടെ മേനിക്കൊരുപ്പ് കണ്ട് തുള്ളിക്കളിക്കുമ്പോ ചെറുപ്പക്കാരെ, ഇങ്ങനെ ജീവിച്ച മിസ്സബ് പിന്നെ ആരായെന്നറിയോ? ഉഹദിരണാങ്കണത്തിൽ ഉഹദിൽ പടവെട്ടുമ്പോ ഉഹദിരണാങ്കണത്തിൽ മിസ്സബ് റളിയല്ലാഹു അൻഹു 70 വെട്ടുകളേറ്റ് ശരീരം 70 കഷണങ്ങളായി ഉഹദിന്റെ രണാങ്കണത്തിൽ ചിതറിത്തെറിച്ച് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞില്ലേ? അവസാനം ചേർത്ത് വെച്ചിട്ട് കഫം തുണി പൊതിയാൻ പോകുമ്പോ ഒരൊറ്റ കഫം തുണിയാണ് കയ്യിലുള്ളത്. ആ കഫം തുണി കൊണ്ട് മയ്യത്ത് പൊതിഞ്ഞപ്പോ മുഖം മറച്ചാല് കാല് വെളിവാകും, കാല് പൊതിഞ്ഞാല് മുഖം വെളിവാകും. ഒരേ ഒരു കഫം തുണി, ഒരേ ഒരു കഫം തുണി, ഒരേ ഒരു കഫം തുണി. ഉഹദിന്റെ രണാങ്കണത്തിൽ സർവാഡംബര വിഭൂഷണനായി കടന്നുപോയ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി തിന്മകളോട് മാറി നിന്നപ്പോ, ജീവനകൾക്കെതിരെ ജിഹാദ് നയിച്ചപ്പോ ഒറ്റ കഫം തുണി തലയുടെ ഭാഗത്ത് കെട്ടിയാൽ കാല് മറയില്ല, കാലിന്റെ ഭാഗത്ത് കെട്ടിയാൽ തലമറയില്ല. ഉഹദിന്റെ രണാങ്കണത്തിൽ സഹാബത്ത് വെടിച്ചു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സഹാബ, അവിടെ കുറെ പുല്ല് നിൽക്കുന്നത് കണ്ടോ? ആ പുല്ല് വെട്ടിക്കൊണ്ടുവരിക. സഹാബത്ത് പോയി ഇത് കിടന്ന് പുല്ല് വെട്ടിക്കൊണ്ടുവന്ന് കാലിന്റെ ഭാഗത്ത് പുല്ല് വെച്ച് മറച്ചു, തലയുടെ ഭാഗം തുണി കൊണ്ട് മറച്ചു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഒരു കാലഘട്ടത്തിന്റെ ആഡംബരത്തിന്റെ ചെറുപ്പക്കാരന് മരിക്കുന്ന നേരത്ത് കവർന്നില്ലാട് കാലിന്റെ ഭാഗത്ത് പുല്ല് ചേർത്ത് വെച്ച് കെട്ടിയിട്ട് കവം ചെയ്ത് മരണമടച്ചിയ സഹാബേ ബഹുമാനപ്പെട്ട സയ്യിദുനാ മിസ്അബ് ബിൻ ഉമൈർ എന്ന മദീന സഹാബി മുസ്തഫ റസൂലിന്റെ പ്രിയ ഹബീബി മുന്തിയ പ്രതാപത്തിൽ ജനിച്ചോരാണേ. മുത്തിസ്ലാം ദീനിനെ മികച്ചോരാണേ. ഒരു കാലഘട്ടത്തിൽ എല്ലാ ആവേശവും വിളിച്ചു പറയുക, പെണ്ണിന്റെ ആട്ടത്തോട് വിട പറയുക, ഈ ശിങ്കാരി വേളത്തിനോട് വിട പറയുക, ഈ ആഭാസത്തിനോട് വിട പറയുക. പടച്ചറപ്പ് നിന്നെ കാത്തൊരുക്കി വെച്ചിരിക്കുകയാണ്. പള്ളിപ്പറമ്പിലും മെഹ്റാബിന്റെ മുമ്പിലും അള്ളാഹു അനുഗ്രഹിച്ച നാടാണ് ചാവക്കാട്. എത്രയെത്ര മഹാന്മാരുടെ മക്ബറ ഇവിടെയുണ്ട്, എത്രയോ സാധാത്തുക്കളുടെ മക്ബറയുണ്ട്. അവരുടെ ശാപം പേടിക്കല്ല മക്കളെ. മണത്തലയിൽ മക്ബറയുണ്ട്. എന്തിനാ മോനെ കബറിൽ കിടക്കുന്ന മഹാന്റെ പേരില് അവരുടെ ശാപം മേടിക്കല്ലേ? എടക്കടിയൂരുണ്ട്, മന്ദരാങ്ങുന്നുണ്ട്, ചാവക്കാടിന്റെ മക്ബറയുണ്ട്. അവരുടെ പേര് പറഞ്ഞിട്ട് ആവാസം നടത്തല്ലേ, അവരുടെ ശാപം മേടിക്കല്ലേ? ഈ ദുനിയാവിൽ ഉപ്പ് കല്ല് പൊടിയും പോലെ നീ പൊടിഞ്ഞു പോയി കളയും. ഉപ്പ് കല്ല് പൊടിയുന്നത് പോലെ പൊടിയും. അവരുടെ പേര് പറഞ്ഞിട്ടല്ലേ ഈ പേക്കൂത്ത് കാണിക്കുന്നത്? അവരുടെ പേര് പറഞ്ഞിട്ടല്ലേ പേക്കൂത്ത് കാണിക്കുന്നത്? അവരുടെ ശാപം മേടിക്കല്ലേ? അവരൊക്കെ ദുനിയാവില് മഹാന്മാരായി ജീവിച്ചവരാണ്. വലിയ അവരാരാ? വല്ലാത്ത കൊടുമ്പനം, ആന ചിഹ്നം വിളിക്കുന്ന കൊടുമ്പനം. അതിലൂടെ നടന്നു പോവുകയാണ് സുഖിയായ മനുഷ്യനും കുറെ ആളുകളും മുരീദന്മാരും.
കൊടുമനമാണ്. ഒരു മനുഷ്യനവിടെയില്ല. പുലിയും കാടും എടുക്കുന്ന കാട്ടില് ഒരിടത്തെപ്പം വലിയ നിന്നു കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, നാളെ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഇവിടെ നിന്ന് ആളുകൾ മക്കയിലേക്കും മദീനയിലേക്കും പോകുമെന്ന്. കൊടുമനം ചിഹ്നം വിളിക്കുന്ന കാട്ടാണ്. അവിടെ നിന്നിട്ട് ആ മഹാനായ മനുഷ്യൻ പറഞ്ഞു, ഇവിടെ ചൂണ്ടിയിട്ടത ഇവിടെ ഇൻഷാ അല്ലാഹ് ഒരു കാലത്ത് ആളുകൾ കൂട്ടം കൂട്ടോടെ മക്കത്തേക്കും മദീനത്തേക്കും പോകും. കേട്ട ആളുകളുടെ വട്ട്. കൊടുങ്കാട്ടീന്ന് മക്കയിലും മദീനത്തെ ആളുകൾ കൂട്ടം കൂടെ പോകാനോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യനാണ് CM വലിയുള്ളാഹി, മടവൂർ CM വലിയുള്ളാഹി. ആ മനുഷ്യൻ കൈ ചൂണ്ടിയ കൊടുങ്കാട്ടിലാണ് ഇന്ന് കരിപ്പൂർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഹജ്ജിന് വേണ്ടി ആളുകൾ പോകുന്നത്. അവരാരെന്നറിയോ? അവരൊക്കെ ഒരു കാര്യം പറഞ്ഞതാണ്, അവരെ വെച്ചിട്ട് കളിക്കല്ല പോലെ അള്ള പണിത് കളയും. ആ പണി നിനക്ക് താങ്ങാൻ പറ്റാത്ത പണിയാ. ഇവരെ വെച്ചിട്ടാ കളിക്കുക. അള്ളാനെ പണിയല്ലേ അവർ തിരിച്ചു പണി. ആ പണി പിന്നെ തിരിച്ചറിയാൻ പറ്റൂല. അതാണ് CM മടവൂര് പറഞ്ഞത്. അതുകൊണ്ടാണ് എയർപോർട്ട് കോഴിക്കോടാണെങ്കിൽ ഇരിക്കണവിടെയാ. ഇത് അഖിലത്തിനെ സംബന്ധിച്ചാകെ ഈ =MC² എന്ന് പറയുന്ന സാധനം പഠിച്ചവർക്ക് മനസ്സിലാകൂല. ഇതിച്ചിരി നന്നായിട്ട് കൊടുക്കുത്തില്ലാത്തവരെ മനസ്സിലാകൂ. എന്റെ പൊന്നു സഹോദരങ്ങളെ, എയർപോർട്ട് കോഴിക്കോടാ അല്ലെ നിങ്ങളുടെ? പക്ഷെ എയർപോർട്ട് ഇരിക്കുന്ന എവിടെയാ? മലപ്പുറത്ത്. എന്തുകൊണ്ടാ CM വരിയെന്ന് പറഞ്ഞെടുത്ത് എയർപോർട്ട് വന്നു അറിയോ? പക്ഷെ അവരുടെ പേര് വെച്ചിട്ട് ദുരുപയോഗം ചെയ്യല്ലേ. അള്ളാനെ പടിയിൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ പെണ്ണിന് സമയം ഒത്തിരിയായി. 12:30. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മരിച്ചിട്ട് സ്വർഗത്തിൽ വരും. നാളെ മരിക്കണതും കബറിൽ നിന്ന് എഴുന്നേൽക്കുന്നതും ഈ അമ്പാരി ആനയെ നടക്കണതും കബറിൽ നിന്ന് പിന്നെ പരലോകത്ത് പോകണം. ഇപ്പൊ ദുനിയാവാ ഞാൻ പറഞ്ഞത്. ആഖിറ ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആഖിറത്തിൽ പോകും. പൊന്നുമോനെ നാളെ വാ, സ്വർഗത്തിലെത്ത്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ അതിലെന്ത് ക്ലേശമസാരമില്ലാതിന്നിരേ. സ്വർഗം, ആ സ്വർഗവാസികൾ അങ്ങനെ ഇരിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, അവിടെ ഒരു ഹൂറിപ്പെണ്ണ്, ആ ഹൂറിപ്പെണ്ണ് അവളുടെ പല്ല് കണ്ടാൽ മരതകരത്തങ്ങളെക്കാൾ വിടരുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഒരു ഹൂറിയായ പെണ്ണ്, അവളുടെ പല്ലിന് മരതകരത്തങ്ങളെക്കാൾ തിളക്കുക. അവൾ ആരാ? അവളെ കണ്ടാൽ അവളുടെ പല്ലൊന്ന് കണ്ടാൽ 70-700 കിലോമീറ്റർ അപ്പുറം അവളുടെ കല്ലിന്റെ വെളിച്ചം കാണാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ പെണ്ണൊന്ന് ചിരിച്ച 700 കിലോമീറ്റർ അപ്പുറത്തെ തന്നെ അവളുടെ പല്ല് കാണാം. എന്നതിന്റെ അർത്ഥം എന്താ? ചാവക്കാട് ഹൂറിയായ പെണ്ണ് നിന്നിട്ട് ചിരിച്ച 700 കിലോമീറ്റർ അപ്പുറം ബാംഗ്ലൂരിൽ നിന്നാലേ ആ പെണ്ണിന്റെ ചിരി കാണാം. ഓ എന്താ സാധനം! മോനെ അത് വേണോ? അല്ലാതെ ഇവിടത്തെ പെണ്ണിപ്പോ സാക്ഷാൽ ഐശ്വര്യ റായി ആണെങ്കിൽ പോലും, ഐശ്വര്യ റായി ഗർഭിണിയായപ്പോ അഭിഷേകം വെച്ച പെരട്ടാൻ കൊടുത്ത തൈലത്തിന് 1/2 ലിറ്ററിന് ഏതാണ്ട് 2 ലക്ഷം രൂപ വരെയാണ്. ആ പെരട്ടിയിട്ട് കിടന്ന പെണ്ണാണെങ്കിൽ ഒരു നേരം പല്ല് തെച്ചില്ലെങ്കിൽ അടുപ്പം പറ്റൂ? ഏതോ ആകട്ടെ, സാധനം ഏതോ അടുപ്പം പറ്റോ? ഇത് അവളുടെ പല്ലിന്റെ വെളിച്ചം 700 കിലോമീറ്റർ അപ്പുറം കാണാം. വേണോ പെണ്ണിനെ? വേണോ പെണ്ണിനെ? വേണോ? വേണ്ടൊരു കൈ വെക്കും, വേണ്ടൊരു കൈ വെക്കാം. നിങ്ങൾക്കും വേണ്ടേ? എന്താ ആഗ്രഹം നോക്ക്. ആ പെണ്ണാരാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ പെണ്ണിന്റെ ചുറ്റും 70,000 അവളെ പോലെയുള്ള തോഴിമാരുണ്ടാവും. ആ പെണ്ണിന്റെ ചുറ്റും അവളെ പോലെ സൗന്ദര്യമുള്ള 70,000 തോഴിമാരുണ്ടാകും. ആ പെണ്ണിന്റെ പേര് ഐന എന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ഹുറിയായ പെണ്ണിന്റെ പേര് ഐന. ഐഷ എന്നല്ല. ആ പെണ്ണിന്റെ പേരെന്താ? ഐന. ഐനയാണോ? ആ പെണ്ണ് 70,000 തോഴിമാരുടെ വീട്ടിൽ നിന്ന് അവള് സ്വർഗത്തിലൂടെ ഇങ്ങനെ ഒരുങ്ങി നടക്കുമത്രേ. ആ സമയത്ത് സ്വർഗവാസികൾ ചോദിക്കും, നീ ആരാ? നീ ആരുടെ മങ്കത്തിയാ? നീ ആരുടെ പെണ്ണാ? ആ സമയത്ത് ഐന എന്ന പെണ്ണ് 70,000 തോഴിമാരുടെ അകമ്പടിയോടെ തോന്നിക്കും, എന്റെ പുതിയാപ്ലയവിടെ, എന്റെ പുതിയാപ്ലയവിടെ, എന്റെ പുതിയാപ്ലയവിടെ, എന്റെ പുതിയാപ്ലയവിടെ എന്ന്
അന്വേഷിച്ച് 70,000 പൂരിമാർ കദമ്പടിയോട് അയിന എന്ന പെണ്ണ് സ്വർഗത്തിലൂടെ കറങ്ങി നടക്കുമ്പോ സ്വർഗവാസികളായ ആളുകൾ അവരുടെ ചന്തം കാണുമ്പോ അവരുടെ സൗന്ദര്യം കാണുമ്പോ അവര് പറയുമത്ര നിന്റെ പുതിയാപ്പിള ഞാനാ, നിന്റെ പുതിയാപ്പിള ഞാനാവണ്ടേ, എന്റെ വീട്ടിലേക്ക് വരിക. സ്വർഗവാസികൾ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ അവള് പറയും എന്റെ പുതിയാപ്പിളയാണല്ല. സ്വർഗവാസികൾ അത്ഭുതത്തോടെ ചോദിക്കും നിന്റെ പുതിയാപ്പിളയാരാ? ആ സമയത്ത് അവള് ചോദിക്കും എവിടെ? അയിനൽ ആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ വൽഹാഫിദൂന ലിഹുദൂദില്ലാഹ്. തിന്മയെ തടുത്ത ചെറുപ്പക്കാരവിടെ, തിന്മയെ തടുത്ത ചെറുപ്പക്കാരവിടെ, ചീർന്നതകൾക്കെതിരെ ജിഹാദ് മുടക്കിയവരവിടെ, അവന്റെ മൊഞ്ചത്തിലാണ് ഞാനെന്ന് പറഞ്ഞ് ആ പെണ്ണ് നടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാട്ടിൽ അനാചാരം നടക്കുമ്പോ ആ തിന്മയ്ക്കെതിരെ ജീർണതയ്ക്കെതിരെ ജിഹാദ് മുടക്കുന്നവരുടെ അയിനൽ ആമിറൂന ബിൽ മഅറൂഫ് എന്ന് ചോദിച്ചു നടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ആ പെണ്ണിനെ വെളുക്കാനും അവരുടെ കൂടെ സ്വർഗത്തിലെത്താനും ഈ തിന്മയ്ക്കെതിരെ പോരാട്ടത്തിൽ അണിചേരുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ പറയാം. എല്ലാവരും എഴുന്നേറ്റിരിക്കും.